എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന രാമായണക്കാറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രാമായണക്കാറ്റിന്റെ 6ാം ദിവസമാണ്. ഇന്ന് പാരായണം നടത്തുന്നത് എറണാകുളം ജില്ലാ ചാപ്റ്ററാണ്. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട സരസ്വതി ഏട്ടത്തിയെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയശങ്കര. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. കേൾക്കാമോ? അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപാംഗ ലീല മംഗല്യദാസ്തു മമ മംഗളദേവതായ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനാന്തർഗഗണപതിതാം ആത്മവിദ്യോപദേശൈ ത്രാതും ലോകാൻ ഭവതവശികാ പാപപാപാസ്യമാനാം മുക്വാ മൗനം പടവിടവിനോ മൂലതോ നിഷ്പദന്തി. ശംഭോർമൂർത്തിർ ശരദി ഭുവനേ ശങ്കരാചാര്യരൂപാം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യ കൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം കൃത്വാ രാവണ കുംഭകർണ നിധനം സമ്പൂർണ്ണ രാമായണം കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജയശങ്കര. വളരെ സന്തോഷം സരസ്വതി ഏട്ടത്തി. നമുക്കിന്ന് പാരായണം ചെയ്ത് തുടങ്ങേണ്ടത് അയോധ്യാകാന്ഡത്തിലെ സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ എന്ന ഭാഗം മുതലാണ്. ആദ്യമായി പാരായണം ചെയ്യുവാൻ എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെയുള്ള നാരായണിക്കുട്ടി ചേച്ചിയെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. മുത്തശ്ശി നമ്മൾ പറയുന്ന സമയത്ത് ഹരേ രാമ എന്ന് ജപിക്കുമ്പോൾ അവിടെ വരെ ജപിച്ച് നിർത്തുക. ഞങ്ങൾ ഇടയ്ക്കൊന്ന് ഇന്റർഫെയർ ചെയ്യും. ആ സമയത്ത് നിർത്തുക. എന്നിട്ട് അടുത്ത ആൾക്ക് പാരായണം ചെയ്യാനുള്ള അവസരം കൊടുക്കുക. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഭാഗം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ശ്രീരാമാഭിഷേക വിഘ്നം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേകയാ പുത്രി വശഗതനാകയാ ആകുലാമുള്ളിൽ വളരുന്നിതേറ്റവും
ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചിടുകമ്പികെ മുഖനല്ലോ നൃപതി ശരദൻ കാമിനി കൈകേയി ചിത്തവന്തീശ്വര നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാരും ഒത്തു നിരൂപിച്ചു. വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു, ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാലയോധ്യക്കെഴുന്നള്ളുക വേണം. രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ നാമവാരാരും മറ്റില്ല നിരൂപിച്ചാൽ. ചെന്നുടൻ മന്ധര തന്നെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ട് ചൊല്ലിച്ചു, പിന്നെ വിരാവോട് കൈകേയിയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നെല്ലാം മടിക്കരുതെന്ന മേരന്മാർ പറഞ്ഞോരനന്തരം. വാണിയും മന്ദര തൻ വദനാന്തരെ വന്നിടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി. അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ദരയെ കണ്ടു കൈകേയി താനും അവളോട് ചൊല്ലിനാൾ, മന്ദരേ ചൊല്ലൂ നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലമലങ്കരിച്ചിടുവാൻ. നാളീകലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗേ മൂടേ മഹാഗർവിതേ കിടന്നെപ്പോഴും നീയുറങ്ങിയിടൊന്നറിയാതെ ഏറിയൊരാവത്തു വന്നെടുത്തു നിനക്കാരും ഒരു ബന്ധുവില്ലെന്നു നിർണയം. രാമാഭിഷേകമടുത്ത നാളുണ്ടടോ കാമിനി മാകുല മൗലി മാണിക്യമേ. ഇത്തമവൾ ചൊന്നതു കേട്ടു സംഭ്രമി ശുദ്ധാനവും ചെയ്തു. ഏകയാപുത്രിയും ചിത്രമായോരു ചാമീകര നൂപുരം ഇഷ്ടമോദേന നൽകിയിടിനാളാദരാൽ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താവാമുപാഗതാമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാനറിഞ്ഞീലതി. ഇല്ലോരവകാശമേതും നിരൂപിച്ചാൽ എന്നുടെ രാമകുമാരനോളം പ്രിയ എന്നുള്ളിൽ ആരെയുമില്ല മറ്റോർക്ക നീ. അത്രയുമല്ല ഭരതനേക്കാൾ മമ പ്രണാം രാമനെ സ്നേഹം എനിക്കേറും. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിക നീ. നല്ല വസ്തുക്കൾ എനിക്ക് തന്നെ മറ്റു വല്ലവർക്കും കൊടുക്കൂ മമ നന്ദനൻ. ഇഷ്ടമല്ലാതൊരു വാക്കു പറകയില്ലൊട്ടുമേ ഭേദ അവനില്ലൊരിക്കലും. ശാന്തമെന്നെ അത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ഞാനും പ്രീതിപൂർവകം. മൂടെ നിനക്കെന്തുരാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദയാവരൻ. ഏകയാ പുത്രിതൻ വാക്കുകൾ കേട്ടള വാകുല ചേതസാൽ പിന്നെയും ചൊല്ലിനാൾ, പാവേ മഹാവയകരം കാരണം കേൾക്ക നീ. ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞീലേ. സ്വപുത്രനായ ഭരതനെയും ബലാൽ തത്പ്രിയനായ ശത്രുഘ്നെയും നൃപൻ മാതുലനെ കാണുന്നതിനായി അയച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ടു തന്നെ ഇതും. രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്ക് നിർണയം. ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യയായോരു നീ ദാസിയായി നിത്യവും. കൗസല്യ തന്നെ പരിചരിച്ചിടുക കൗസല്യാനന്ദനം തന്നെ ഭരതനും സേവിച്ചു കൊണ്ടു പൊറുക്കുന്നതും വരും. ഭാവിക്കയും വേണ്ട രാജത്വമേതുമേ നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാം ഒരു വാട്ടം വരാതെ വിധിച്ചിടുമാകിലാം. സാവജ്ഞജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴുകയിൽ നല്ലു മരണം അതിനില്ല സംശയം. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ. ഉത്സാഹം ഉണ്ടോ നിനക്കെങ്കിലിക്കാലം ത്വൽസുതൻ തന്നെ വാഴിക്കും നരവരൻ. രാമനീരേഴാണ്ടു കാനനവാസവും ഭൂമിപാലാജ്ഞയ ചെയ്യുമാറാക്കണം. നാടടക്കം ഭരതന്നോ വരുമതി പ്രൗഢകീർത്തിയ നിനക്കും വസിക്കാം ചിരം. വേണമെന്നാകിലതിനോരുപായവും പ്രാണസമേതവ ചൊല്ലിത്തരുവൻ ഞാൻ. മുന്നം സുരാസുരായുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രനർത്തിക്കയാൽ മന്നുവൻ ചാപവാണങ്ങളും കൈക്കൊണ്ടു തന്നെ സൈന്യ സമം തേരിലേറിനാൻ.
നിന്നോട് കൂടവേ പിന്നീലകം പൊക്കു സന്നദ്ധനായി ചെന്ന സൂര്യരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു രഥാക്ഷകീലം പോരിലെന്നറിഞ്ഞതുമില്ലാതെ ശരതൻ സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ്യ ധൈര്യേണ നീ ചിത്രമത്രേ പതി പ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു വൃദ്ധീന്ദ്രനും യുദ്ധാനുവൃത്തനായോരു ദശാന്തരെ നിന്തൊഴിൽ കണ്ടതി സന്തോഷം ഉൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനും നിൻചരിതം നന്നു നിരൂപിച്ചാൽ രണ്ടു വരന്തരാൻ നീ എന്നെ രക്ഷിച്ചു കൊണ്ടതു മൂലം വരിച്ചു കൊണ്ടാൽ നീ കർത്തൃവാക്യം കേട്ടു നീയും അന്നേരത്തു ചിത്തസമോദം കലർന്നു ചൊല്ലിയിടിരാൻ ദത്തമായൊരു വരദ്വയം സാധനം ന്യസ്തം ഭവതി മയാ നൃപതീശ്വര ജ്ഞാനമൊരവസരത്തിങ്കലപേക്ഷിച്ചാലൂനം വരാതെ തരികന്നതേ വേണ്ടു എന്നോ പറഞ്ഞിരിക്കുന്ന വരദ്വയ എന്നപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ ഞാനും മറന്നു കിടന്നിതു മുന്നമേ മാനസേ തോന്നി ബലാലീശ്വരാജ്ഞയാ ധീരതയോടിനി ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവീശ്യ കോപേന കിടക്ക നീ ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞടി ശോഭ കൊണ്ട് ഒരു കാക്കൂന്തലഴിച്ചിട്ടു ഭൂമേനിയും മുടി കൊണ്ടണിഞ്ഞു ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞു കൊണ്ടർത്തിച്ചു കൊള്ളുക വരദ്വയം ഭൂപതി സത്യം പറഞ്ഞാലു ഉറപ്പിച്ചു മാനസം മന്ദരാ ചെന്ന പോലെ അതീനേതുമോരന്തരം കൂടാതെ ചെന്നു കൈകേയും പഥ്യമിതൊക്കെ തനിക്കെന്ന് കൽപ്പിച്ചു ചിത്തമോഹേന കോപാലയെ മേവിനാൾ കൈകേയി മന്ദരായോടു ചൊന്നാളിനി രാഘവൻ കാനനത്തിന് പോവോളവും ഞാനിവിടെ കിടന്നിടുവാനല്ലെങ്കിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം ഭൂപരീത്രാണാത്ത നിന്നു ഭരതനും ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്ക് ഭോഗാർത്ഥമായി നൽകുവാൻ 100 ദേശങ്ങൾ അതിനില്ല സംശയം ഏതോ വിധിന്നൊരിളക്കം വരായിൽ നീ ചേരസി ചിന്തിച്ച കാര്യം വരും ദൃഢം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. വളരെ സന്തോഷം മുത്തശ്ശി, വളരെ ഭംഗിയായി തന്നെ പാരായണം ചെയ്തു. കുറച്ചു ഭാഗം ഇനി അടുത്ത ആൾക്കാർക്ക് കൊടുക്കാമെന്ന് കരുതുകയാണ്. വളരെ സന്തോഷം, വളരെ മനോഹരമായി തന്നെ പാരായണം ചെയ്തു. ഞാൻ അടുത്തതായി വേദിയിലേക്ക് സരസ്വതിയെ ക്ഷണിക്കുകയാണ് കുറച്ചു ഭാഗം പാരായണം ചെയ്യുന്നതിനായി. ജയശങ്കര ജയശങ്കര ജയശങ്കര. രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ഏതുമിതിന്നൊരിളക്കം വരായികയിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ധര. പിന്നെയും ഔവണ്ണമനുഷ്ഠിച്ചു രാജ്ഞിയും ധീരനായേറ്റം ദയാന്വിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശിക വാക്യസ്ഥിതനായി സുശീലനായ ആശയശുദ്ധനായി വിദ്യാനിരതനായ ശിഷ്ടനായുള്ളവനെന്ന് അങ്ങിരിക്കിലും ദുഷ്ടസംഘം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടം ദൃഢം ദുർജന സംസർഗമേറ്റമകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപുമാൻ. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജനേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രി പ്രഭൃതികളോടും പറഞ്ഞുകൊണ്ടന്തപുരമകമ്പു കരുളിയിടിനാൻ. അന്നേരമാത്മപ്രിയതമേ ആകിയ തന്നുടെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹ്വലനായൊരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ചതിദൃശം.
മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധൗ മന്ദസ്മിതം ചെയ്തരിക വരും പുരാ സുന്ദരിയാമാം അവൾ ഇന്നെങ്ങു പോയിനാൾ മന്ദമാവുന്നിതിന്മേഷമെൻ മാനസേ ചൊല്ലുവാൻ ദാസികളെ ഭവൽ സ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൽ ഏവം നരപതി ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടിനാർ ക്രോധാലയം പ്രവേശിച്ചതതിൻ മൂലമേതുമറിഞ്ഞില്ല ഞങ്ങളോ മന്നവാ തത്ര ഗത്വാ നിന്തിരുവടി ദേവി തൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം മന്ദം മന്ദം തലോടി പ്രിയേ സുന്ദരീ ചൊല്ലെന്തിനു വല്ലഭേ നാഥേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞാതെങ്കിലും ഒരു കിടക്കുന്നതെന്തു നീ ചേതോ വിമോഹന രൂപ ഗുണശീലേ ഖേദമുണ്ടായതെന്തൊന്നോടു ചൊൽകടോ മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കടോ നാരികളോ നരന്മാരോ ആരോരു വിപ്രിയം ചെയ്തതു വല്ലഭേ ദണ്ഡനെന്നാകിലും വന്ധ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ നിർധനനെത്രയും ഇഷ്ടൻ നിനക്കെങ്കിലും അർത്ഥപതിയാക്കി വൈപ്പവനവനെ ഞാൻ അർദ്ധവാനേറ്റുമനുഷ്ടൻ നിനക്കെങ്കിൽ നിർധനനാക്കുവനെന്നും അവനെ ഞാൻ വദ്യനെ ന്യൂനമവദ്യനാക്കിയിടുവാൻ വദ്യനാക്കിയിടാമവദ്യനെ വേണ്ടുകിൽ നൂനം നിനക്കധീനം മമ ജീവനം ഞാനിനി ഖേദിപ്പതിനെന്തു കാരണം മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്ന അതിപ്പോൾ എനിക്കു മൽപുത്രനാം രാഘവൻ അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ മംഗലശീലനാം ശ്രീരാമനെന്നെ ഞാൻ അങ്കനാരത്നമേ ചെയ്വൻ തവഹിതമിങ്ങനെ ഖേദിപ്പിക്കായികമാം വല്ലഭേ യുദ്ധം ദശരഥൻ കൈകേകി തന്നോട് സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചുദ്ധാനവും ചെയ്തു മന്നവൻ തന്നോട് മന്ദമുര ചെയ്ത സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതിന്നു നേരെങ്കിൽ എന്നുടെ പദ്യമായുള്ളോ അതിനെ പറഞ്ഞിടുവാൻ വ്യർത്ഥമാക്കിടായിക സത്യത്തെ മന്നവാ എങ്കിലോ പണ്ട് സുരാസുരയോധന സങ്കടം തീർത്തു രക്ഷിച്ചു ഭവാനെ ഞാൻ സന്തുഷ്ട ചിത്തനായെന്നു ഭവാൻ മമ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നീനാകിലോ വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതും ഉണ്ടെന്നു വേണ്ടിലും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വെച്ചിരിക്കുന്നു ഭവാങ്കൽ അതു രണ്ടും ഇച്ഛയുണ്ടായിരുന്നു വാങ്ങിയിടുവാൻ ഭൂപതേ എന്നതിൽ നിന്നു രാജ്യാഭിഷേകം ഭവാൻ ഇന്നു ഭരതനു ചെയ്യണം എന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരേ കാലം 16 വത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ
ഭൂമി പാലിപ്പാൻ ഭരതനെ ആക്കണം, രാമനുഷസി വനത്തിനു പോകണം, എന്നിവ രണ്ടു വരങ്ങളും നൽകുകയിന്നു മരണമെനിക്കില്ല നിർണയം എന്നു കേകി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ വജ്രമേറ്റദ്രിപതിച്ച പോലെ ഭുവി സത്വര ചേതസാ വീണിതു ഭൂവനും. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീർ വാർത്തു വിറച്ചു നൃഭാധിപൻ. ദുസ്സഹവാക്കുകൾ കേൾക്കായെന്തയ്യോ ദുസ്വപ്നമാകന്ത കാൺകയോ ഞാനിക ചിത്തഭ്രമം ബലാലുണ്ടാകയോ മമ മചുമാമാ ഉപസ്ഥിതയാകയോ കിം കിമേതൻ കൃതം ശങ്കരാ ദൈവമേ പങ്കജലോചന ഹാ പരബ്രഹ്മമേ. വ്യാഘ്രിയെ പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയിയ തന്മൂലം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തു വീർത്തേവം ഉര ചെയ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഈ ശങ്കര, ഞാൻ പറഞ്ഞില്ലായിരുന്നു, എന്തായാലും അപ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തി. വളരെ സന്തോഷം, വളരെ ഭംഗിയായി തന്നെ പാരായണം ചെയ്തു. നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്ന് വേറെ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ ഇവിടെ? കാരണം ഇന്ന് എറണാകുളം ജില്ലാ ചാപ്റ്ററിന്റെയാണ് പാരായണം, അതുകൊണ്ട് എറണാകുളം ജില്ലയിലുള്ളവർക്ക് മുൻഗണന കൊടുക്കുകയാണ്. വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരും മുന്നോട്ട് വരുന്നില്ല. അപ്പൊ നമുക്ക് ഇന്ന് ശോഭ ചേച്ചി ഞാൻ ആദരപൂർവ്വം സാദരം ക്ഷണിച്ചു കൊള്ളുന്നു. കുറച്ച് ഭാഗം ശോഭ ചേച്ചി പാരായണം ചെയ്യട്ടെ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. അതുലിതബലധാമം സ്വർണശൈലാഭദേഹം ധനുജവനകൃശാനും ജ്ഞാനിനാമഗ്രഗണ്യം സകല ഗുണനിധാനം വാനരാണാമധീശം രഘുപതി വരദൂതം പാദജാതം നമാമി. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷുരവിസ്വരൂപം പ്രണാമി തുഞ്ചത്തെഴുമാര്യപാദം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി ഗോകുലം. എന്തിവണ്ണം പറയുന്നതു ഭദ്രേ നീ, എന്തു നിന്നോട് പിഴച്ചിതു രാഘവൻ, മൽപ്രാണാനികരമായ വാക്കു നീ ഇപ്പോൾ ഉര ചെയ്വതിനെന്തു കാരണം. എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിൽ ഒരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്കിന്നിതു തോന്നുവാൻ എന്തൊരു കാരണം. നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ, ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ. രാമനാലേതും ഭയം നിനക്കുണ്ടാകാം, ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞു പോച്ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും. നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയിയും ധാത്രീപതീശ്വരനോട് ചൊല്ലിയിടിനാൾ. ഭ്രാന്തനെന്നാകയോ ഭൂമിപതേ ഭവാൻ, ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ. ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്ന് ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൽ.
പങ്കജനേത്രനാം രാമൻ ഉഷസ്സിന് ശങ്കാവിഹീനം വനത്തിനു പോകയിൽ എന്നുട ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുൻപിൽ നിന്നൊരു സംശയം സത്യസന്ധൻ ഭുവിരാജാ ദശരഥൻ എത്രയും എന്നുള്ള കീർത്തി രക്ഷിക്കണം സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതിയുണ്ടാക്കേണ്ട രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമിപതേ വൃഥാ മിഥ്യയാക്കീലോ ആക്കീടൊല കൈകേയി തന്നുടെ നിർബന്ധവാക്യവും രാഘവനോടു വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖസമുദ്രേ നിമഗ്നനായി സന്താപമോടു മോഹിച്ചു വീണിടിനാൻ പിന്നെ ഉണർന്നിരുന്നും കിടന്നും മകൻ തന്നെ ഓർത്തും കരഞ്ഞും പറഞ്ഞും സദാ രാമ രാമേതി രാമേതി പ്രലാപേന യാമിനി പോയതോ വത്സരതുല്യായി ചെന്നാരരുണോദയത്തിനു സാദരം വന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗളവാദ്യസ്തുതി ജയശബ്ദേന സംഗീത ഭേദങ്ങൾ എന്നിവറ്റെ കൊണ്ടും പള്ളിക്കുറുപ്പുണർത്തിയിടിനാൻ അന്നേരം ഉള്ളിലുണ്ടായ കോപേന കൈകേയിയും ക്ഷിപ്രം അവരെ നിവാരണവും ചെയ്താൾ വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവർകളും അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ ഭൂമിദേവന്മാരും ഭൂമിപാലകന്മാരും ഭൂമി സ്പൃശോ വൃഷാലാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്നവൻ കൊറ്റക്കുട ചാമരം താലവൃന്ദം കൊടിതോരണം ചാമീകരാഭരണാദ്യാലങ്കാരവും വാരണവാഗീരഥങ്ങൾ പദാദിയും പാരനാരീജനം പൗരജനങ്ങളും ഹേമരത്നോജല ദിവ്യ സിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂലധർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിടിനാറ് സ്ത്രീ ബാലവൃദ്ധാവതി പുരവാസികൾ ആബദ്ധ കൗതുകലാൽ അബ്ദി നിമഗ്ധരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചീർത്ത പരമാനന്ദത്തോടുമേവിനാർ നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മല രത്നകിരീടമണിഞ്ഞതി രമ്യമകരായിരിത മണികുണ്ടല സന്മുഗ്ധ ശോഭിത ഗണ്ഡസ്ഥലങ്ങളും പുണ്ടരീകലോചന ഭംഗിയും പുണ്ടരീകാരാദി മണ്ഡലതുണ്ടവും ചന്ദ്രികാ സുന്ദരമന്ദസ്മിതാഭയും കുന്ദമുകുള സമാന ദന്തങ്ങളും ബന്ധോകസൂന സമാനാദരാഭയും ഗന്ധരരാജിത കൗസ്തുഭരത്നവും ബന്ധുരാഭം തിരുമാറും ഉദരവും സന്ധ്യാഭ്രസന്നിഭ പീതാംബരാഭയും പൂഞ്ചേലമീതേ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും തനുമധ്യവും കുംഭീകുലോത്തമൻ തുമ്പിക്കരം കണ്ട് കുമ്പിട്ടുകൂപ്പിയിടും ഒരു കാണ്ഡങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭജാനുഭോ അംഭോജബാണ നിശങ്കാഭജംഘയും കമ്പം കലർന്നോ കമഠപ്രവരനും കുമ്പിടുന്നോരോ പുറവടി ശോഭയും അംഭോജതുല്യമാമഘ്രീതലങ്ങളും ജംഭാരിരത്നം തൊഴും തിരുമേനിയും ഭാരകടകമലയാങ്കുലിയാതി ചാരുതരാഭരണാവലിയും പൂണ്ട്
വാരണവീരൻ കഴുത്തിൽ നിറത്തോട് ഗൗരാതപത്രം ധരിച്ചരികെ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മി നിവാസനാം രാമചന്ദ്രം മുതാ കാണായി വരുന്നു നമുക്കിനി എന്നിതം മാനസതാരിൽ കൊതിച്ച നമുക്കെല്ലാം ക്ഷോണീപതി സുതനാകിയ രാമനെ കാണായി വരും പ്രഭാദേവത നിർണയം രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്ന് ചേർത്ത വിഷാദമോട ഔത്സുക്യം ഉൾക്കൊണ്ട് മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്ത ആനന്ദപൂർണാമൃതാബ്ധിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണീടിനാപുരവാസികളാദരാൽ വിച്ഛിന്നാഭിഷേകം അന്നേരം നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. രാമ ഹരേ ഹരേ. വളരെ സന്തോഷം ശോഭ ചേച്ചി, വളരെ ഭംഗിയായി തന്നെ പാരായണം ചെയ്തു. ഞാൻ അടുത്തതായി വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു, കുറച്ച് ഭാഗം പാരായണം ചെയ്യുന്നതിനായി. ജയശങ്കര. ജയശങ്കര. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വിച്ഛിന്നാഭിഷേകം. അന്നേരമാദിത്യനുമുദിച്ചിടിനാൻ മന്നവൻ പള്ളിക്കുറുപ്പുണർന്നീലിന്നും എന്തൊരു മൂലമതിനിന്നു മാനസേ ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തഃപുരമകം ദുഃഖാനതിദ്രുതം രാജീവമിത്ര ഗോത്രോദ്ഭൂത ഭൂപതേ രാജരാജേന്ദ്ര പ്രവര ജയ ജയ. യുദ്ധം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചുത്ഥാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോട് ചോദിച്ചാൻ ദേവനാരീ സമേ രാജപ്രിയതമേ ദേവീ കൈകേയി ജയ ജയ സന്തതം ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തൊന്നു മഹാരാജവല്ലഭേ ചൊല്ലുകെന്നോടെന്നു കേട്ടു കൈകേയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം ധാത്രീപതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നെ ചിത്തത്തീനസ്വതന്ത്രത്വം ഭവിക്കയാൽ രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും ഉദ്യൽ പ്രജാകര സേവയും ചെയ്യുകയാൽ അത്യന്തമാകുലനായിതു മന്നവൻ രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമനാകർണ്യ ഞാനിഹ രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ ചെന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രരുഴറിപ്പോയി ചെന്നു കൗസല്യാസുതനോട് ചൊല്ലിനാൻ താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെഴുന്നള്ളുക വേണം മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരമവൻ തന്നോട് കൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമവിവശനാം താതൻ മരുവീടും മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ
രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശ്വസമുത്ഥായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂവനും. രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിവനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തന്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങളതു കണ്ടനന്തരം ആരൂഢശോകം വിലാപം തുടങ്ങിനാർ. രോദനം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും ഖേദേന മന്ദിരം പൊക്കിതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തൊന്നു താത ദുഃഖത്തിനു. നേരെ പറവിനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞിതു കേകയപുത്രിയും കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം. സർവത്ര രാമനാമ സങ്കീർത്തനം ജയ ജയ രാമ രാമ. വളരെ സന്തോഷം മാധവേട്ട, വളരെ ഭംഗിയായി തന്നെ പാരായണം ചെയ്തു. ഞാൻ അടുത്തതായി വേദിയിലേക്ക് ശ്രീമതി രാധ KB കുറച്ച് ഭാഗം മ്യൂട്ട് മാറ്റിയിട്ട് പാരായണം ചെയ്തുകൊള്ളു. ശ്രീമതി രാധ KB. नमस्ते जी। नमस्ते। നമസ്തേ ജയശങ്കര. ജയശങ്കര തുടങ്ങിക്കോളൂ. हरे राम 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 हरे हरे, हरे कृष्ण 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 हरे. ഭർതൃദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായോരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ പ്രതിജ്ഞനാക്കിയിടുക നീയതോ ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം. പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ, രണ്ടുവരം മമാദത്തമായിട്ടുണ്ടു പണ്ടു നിന്താതനാൽ സന്തുഷ്ട ചേതസ. നിന്നാലേ സാധ്യമായുള്ളോന്നതു രണ്ടു നിന്നു തരേണമെന്നർത്ഥിക്കയും ചെയ്തേൻ. നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതനറിയുക നീ. സത്യപാശേന സംബദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിനു യോഗ്യൻ ഭവാൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നെ താതനെ ത്രാണനം ചെയ്കയാൽ പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു പത്രസമുദ്ഭവാനെന്നതറിയുക നീ. മാതൃവചന ശൂലാഭിഹതനായ മേദിനി പാലകുമാരനാം രാമനും എത്രയുമേറ്റം വ്യഥിതനായി ചൊല്ലിനാൻ. ഇത്രയെല്ലാം പറയണമോ മാതാവേ, താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാനുപേക്ഷിപ്പതിനില്ല സംശയം. മാനസേ ഭേദമതീനിലെനിക്കേതും രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ. രാജ്യമെന്നാലെന്നറിക നീ മാതാവേ, ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊൽകിലും തൽക്ഷണം ഞാനുപേക്ഷിപ്പാനറിയുക നീ. പാവകൻ തങ്കൽ പതിക്കേണമെങ്കിലും ഏവം വിഷം കുടിക്കണമെന്നാകിലും താതൻ നിയോഗിക്കിലേതുമേ സംശയം. ചേതസി ചെറ്റിൽ എനിക്കെന്നറിയുക നീ. കാര്യമനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ. പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും. ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലെ കർത്തവ്യമല്ലെന്നു അച്ചടങ്ങുന്നവൻ. പിത്രോർമലാമെന്നു ചൊല്ലുന്നു സജ്ജനം, യുദ്ധമെല്ലാം പരിജ്ഞാതം മയാധുനാ.
ആകയാൽ താതനീ യോഗ അനുഷ്ഠിപ്പാൻ ആകുലമേതുമെനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയൊക്തം മറിച്ചു രണ്ടായി വരാ. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയിയും രാമനോടാശു ചൊല്ലിയിടിനാൽ താതൻ നിനക്കഭിഷേകാർത്ഥമായുടാൻ ആദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. വളരെ സന്തോഷം രാധ ചേച്ചി, വളരെ മനോഹരമായി പാരായണം ചെയ്തു. ഞാൻ അടുത്തതായി വേദിയിലേക്ക് ലീല ചേച്ചി പാരായണം ചെയ്യാൻ തയ്യാറാണോ? അതെ അതെ. ആ, വീഡിയോ ഓൺ ചെയ്താൽ നന്നായിരിക്കുന്നത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രണ്ടാം വരം പിന്നെ ഒന്നുണ്ടു വേണ്ടുന്നു, നീ 14 സംവത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ടു മന്നവനിന്നിതു ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ. ഇന്നതിനെന്തൊരു വൈഷമ്യമായതു ചെയ്യുക അഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവാൻ വനത്തിനു മാതാവേ. എന്തെന്നതെന്നോടു ചൊല്ലാഞ്ഞു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ രാജ്യമുപേക്ഷിപ്പതിന്നു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു ദണ്ഡകാവാസത്തിനേറ്റാമെളുതല്ലോ. സ്നേഹമെന്നെ കുറിച്ചേറും അമ്മയ്ക്കു അദ്ദേഹം മാത്രം ഭരിക്കുന്നു വിധിക്കയാൽ ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ. തെറ്റി വരുത്തി പൃഥുക്കൾക്കു പുരൂവും തൃപ്തനാക്കിയിടിനാൽ താതനും തന്നോടെ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായാർ പൃഥു പ്രസാദത്തിനാൽ അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിതാ ദുഃഖിപ്പതിനില്ലവകാശം. രാഘവ വാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൽ, ശ്രീജിതനായതി കാമുകനായൊരു രാജാധാനാകുമെൻ എന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ. ദോഷം നിനക്കതിനിതും അകപ്പെടാ. അല്ലായിലെന്നോട് സത്യദോഷം പറ്റുമല്ലോ കുമാര ഗുണാംബുദേ രാഘവ. പൃഥ്വിവതീന്ദ്രൻ ദശരഥനും പുനരിത്തം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൽ, ആരാമഹാജഗന്നാഥ ആഹാരാമ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ, എന്നെ പിരിഞ്ഞു നീ പോരാ മഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന. എന്റെ ഇത്തരം പല ജാതി പറയുകയും കണ്ണുനീരോലോല വാർത്തു കരയുകയും നന്നായി മുറുകെ തഴുകയും പിന്നെ ചുടെ ദീർഘമായി വീർക്കയും ഭിന്നനായൊരു പിതാവിനെ കണ്ടുടൻ തന്നെ കൈയാൽ കുളിർത്ത ജലം കൊണ്ട് കണ്ണും മുഖവും തുടച്ചു രഘുത്തമൻ. ആശ്ലേഷം നീതി വാദ്യങ്ങൾ ആശ്വസിപ്പിച്ച നയ കോവേദൻ തഥാ
എന്തിനൻ താതൻ വൃഥായി വധുപ്പിക്കുന്നതെന്തൊരോ ദണ്ഡമിതിനെന്നു മഹീപതി. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായികയുമില്ലിതു രണ്ടിനും. സോദരൻ നാടു ഭരിച്ചിരുന്നിടുക സാദരൻ ഞാൻ ആരണ്യത്തിലും വാഴുവൻ. ഓർക്കിലി രാജ്യഭാരം വഹിക്കുന്നതിൻ സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മമ മാതാവെനിക്കു വിധിച്ചതു തന്നല്ലോ. മാതാവു കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടു പറഞ്ഞിനി വൈകാതെ. കോപതിനായി വരുന്നേനെന്നരുൾ ചെയ്തു ദേവനും മാതൃ ദേഹം പൂക്കതു നേരം. ധാർമ്മികയാകിയ മാതാസോ സമ്മത ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ടു ചെയ്യിച്ചു. വിത്തമതീവദാനങ്ങൾ ചെയ്താതരാൽ ഭക്തി കൈക്കൊണ്ടു ഭവൽ പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചേളകാതെ നന്നായി സമാധിയുറച്ചിരിക്കുന്നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികേ ചെന്നു കൗസല്യയോടന്നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലിടിനാൽ. രാമനുപഗതനായതു കണ്ടില്ലേ പൂവാല പ്രിയെ നോക്കിയിടുവെന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നിടിനാൾ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ. ഇന്ദീവരദള ശ്യാമള കളേവരം മന്ദം തലോടി പറഞ്ഞിടിനാൾ. എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ വന്നിരുന്നിടു പുജിപ്പതിനാശു നീ എന്നു മാതാവോ പറഞ്ഞാരനന്തരം. വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോടരുൾ ചെയ്തു ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ. ആരണ്യവാസത്തിനു പോകണം മുൽപ്പാടുകേയ പുത്രിയാമമ്മയ്ക്കു മൽപിതാ രണ്ടു വരം കൊടുത്തിടിനാൽ. ഒന്നു ഭരതനെ വാഴിക്കയെന്നതും ഒന്നു വനത്തിനയക്കെന്നു മറ്റേതും തത്ര 14 വത്സരം വസിച്ചത്ര വന്നിടുവൻ. പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാരിൽ മോഹിച്ചു വീണിടിനാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നതോ കാരണവം തന്നിൽ കരഞ്ഞുടൻ തന്നെ നന്ദനൻ തന്നോടു ചൊല്ലിനാളിന്നു നീ കാനനത്തിനു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ. പൈതലേ വിട്ടുപോയ പശുവിനു ഉള്ളാധി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം. എന്തോ വിഴച്ചിതു കൈകേകിയോടു നീ ചിന്തിക്ക പൂവനോടും കുമാര ബലാൽ. താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നെ വാചാഗമിക്കുന്നതാകിലോ. ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ
മാനവവംശവും പിന്നെ മുടിഞ്ഞുപോം. തത്ര കൗസല്യ വചനങ്ങളിങ്ങനെ ചിത്തതാവേന കേട്ടൊരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിയാ ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൽ ആകുലമെന്തിതു കാരണമുണ്ടാവാൻ ഭ്രാന്ത ചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രവാഹീനം ചടപ്രിയം ബന്ധിച്ചു താതനെയും പിന്നെ ഞാനും പരേവന്തികളായുള്ളവരെയുമൊക്കവേ അന്തകൻ വീട്ടിനയച്ചഭിഷേകമെന്നു ഒന്നൊരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ ബന്ധമില്ലേതും ഇതിൽ നിന്നോ ശോകിപ്പതിനന്തമോ അന്തർമുധാവസിച്ചിടുക മാതാവേ ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യമെനിക്കതിനൊന്നുണ്ടെന്നു നിർണയം കാര്യമല്ലാത്തതു ചെയ്യുന്നതാകിലോ ആചാര്യനും ശാസനം ചെയ്യുകയെന്ന ദേവരു ഇത്തം പറഞ്ഞു ലോകത്രയം തദൃശ ദഗ്ധമാമമ്മാറു സൗമ്യത്തിൽ നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായ ലിംഗനം ചെയ്തു സുന്ദര നിന്ദിര മന്ദിരാവസനാനന്ദ സ്വരൂപ നന്ദസ്വരൂപനിന്ദി ഇന്ദിരാ വിഗ്രഹ ഇന്ദിരാരാക്ഷസീ നിന്ദ്രാദി വൃന്ദാകര വൃന്ദവന്ധ്യാക്രിയുക്മാര വൃന്ദൻ പുണർന്ന ചന്ദ്രബിംബാനനാനിന്ദുചൂട പ്രിയൻ വന്ദാരു വൃന്ദ മന്ദാര ദാരൂപമൻ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി ഗോകുലം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. വളരെ സന്തോഷം. ലീല ചേച്ചി വളരെ ഭംഗിയായി തന്നെ പാരായണം ചെയ്തു. നമുക്കിന്ന് ഇവിടെ ഈ ഭാഗം വരെയാണ് പാരായണം ചെയ്യേണ്ടത്. ഇന്ന് വളരെയധികം ആൾക്കാർ പാരായണം ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. ഞാൻ അടുത്തതായി ഇന്നത്തെ ഈ പാരായണം ചെയ്ത ഭാഗത്തിന്റെ വ്യാഖ്യാനം അവതരിപ്പിക്കുന്നതിനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആലപ്പുഴ ജില്ലാ ചാപ്റ്ററിന്റെ കോർഡിനേറ്ററും അതേപോലെ സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പറുമായ ശ്രീമതി ഉഷ അന്തർജനത്തിന് ഈ വേദിയിലേക്ക് ഭക്ത്യാദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയശങ്കര. ജയശങ്കര. എല്ലാവർക്കും നമസ്തേ. ഇന്ന് പാരായണം ചെയ്ത ഭാഗത്തിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. അഭിഷേക വിഘ്നം മുതൽ വിച്ഛിന്നാഭിഷേകം വരെയാണ് ഈ 6ാമത്തെ ദിവസമായി ഇന്ന് പാരായണം ചെയ്തത്. അപ്പൊ ആദ്യം തുടക്കത്തിൽ നമ്മൾ കണ്ടിരുന്നു, ഇന്നലെ നമ്മൾ നിർത്തിയത് യുവരാജാവായി ശ്രീരാമചന്ദ്ര പ്രഭുവിനെ അഭിഷേകം കഴിക്കുന്നതിനുള്ള ഒരുക്കത്തിനുള്ള എല്ലാ സന്നാഹങ്ങളും നടത്തുന്നതും ആ വിവരങ്ങൾ കൗസല്യയും സുമിത്രയും ഒക്കെ അറിയിക്കുന്നതും ശ്രീരാമനെയും സീതയൊക്കെ അറിയിച്ചു. അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്താൻ വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് സുമന്ത്രര് നടത്തുന്നതും ഒക്കെയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ അപ്പൊ അത്രയും ഭാഗം കഴിഞ്ഞപ്പോഴ് ഇനി നമ്മൾ അഭിഷേക വിഘ്നം. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ, പക്ഷെ കേകേയപുത്രി വശഗതനാകയാൽ ആകുലമുള്ളിൽ വളരുന്നിതേറ്റവും. കേകേയപുത്രിയായ കൈകേയിയുടെ ആ രാജാവിലുള്ള സ്വാധീനമാണ് ഇവിടെ കാണിക്കുന്നത്. കൗസല്യയും സുമിത്രയും ഒക്കെ ദശരഥ മഹാരാജാവിന്റെ ഭാര്യമാരാണെങ്കിലും രാജാവിന് ഏറ്റവും പ്രിയമായിട്ട് രാജാവ് വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്, കൂടുതൽ സമയവും രാജാവ് കഴിഞ്ഞിരുന്നത് കൈകേയിയുടെ കൂടെയായിരുന്നു. കാരണം കൈകേയി യുദ്ധ നിപുണയായിരുന്നു. അതുപോലെ
രാജാവിന് വളരെ പ്രായം ചെന്ന പ്രായത്തില് ചെറുപ്പക്കാരിയായ കൈകേയിയെ, ഏറ്റവും സുന്ദരിയായ കൈകേയിയെ വിവാഹം കഴിച്ചതായിരുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തന്നെ രാജാവിന് കൂടുതൽ പ്രിയം കൈകേയിയോടാണോ എന്ന് എല്ലാവർക്കും തന്നെ സംശയം ഉണ്ടായിരുന്നു. ശരിക്കും അങ്ങനെയാണെന്നും പറയാം. രാജാവ് അതുകൊണ്ടാണല്ലോ ദേവാസുര യുദ്ധത്തിൽ പോയപ്പോഴൊക്കെ കൈകേയിയെ കൂടെ കൊണ്ടുപോയത്. അവിടെ അതുകൊണ്ട് തന്നെ കൗസല്യാദേവിക്ക് തന്റെ പുത്രൻ ശ്രീരാമനെ നാളെ രാവിലെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ദശരഥ മഹാരാജാവ് തീരുമാനിച്ചിരിക്കുന്നത് അറിഞ്ഞെങ്കിൽ പോലും ഉള്ളിലൊരു ഭയമുണ്ട്. കേകേയി പുത്ര വശഗതനാകയാൽ ആകുലമുള്ളിൽ, അങ്ങനെ ഒരു ആകുലത കാരണം മഹാവിഷ്ണുവിനെ ഭജിക്കുകയാണ്. മഹാവിഷ്ണുവിനെ അല്ല, ദുർഗേ ഭഗവതി ദുഷ്കൃത നാശിനി, ദുഷ്കൃതങ്ങളെല്ലാം ഒടുക്കുന്ന ദുർഗാ ഭഗവതിയെ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ദുർഗതികളും നീക്കി ഒരു സൽക്കർമ്മം നാളെ നടക്കാൻ പോവാണ്. അതിന് ഭഗവതി അവിടുന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നല്ലതായിട്ട് വരുത്തി തീർക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൗസല്യയുടെ രാജകൊട്ടാരത്തിൽ. ഈ സമയം ദേവലോകത്ത് സരസ്വതീ ദേവിയുടെ അടുത്ത് ചെന്ന് ദേവഗണങ്ങളെല്ലാം കൂടെ പറയുകയാണ്, ലോകമാതാവേ സരസ്വതി ഭഗവതി, വേഗാൽ അയോധ്യയ്ക്ക് എഴുന്നള്ളിയിടുക വേണം. രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ ആയിട്ട് എത്രയും പെട്ടെന്ന് ആ അയോധ്യയിലേക്ക് ചെല്ലണം. എന്നിട്ട് മന്ധരയുടെ നാവിലും അവളെ കൊണ്ട് ചൊല്ലിച്ചതിന് ശേഷം കൈകേയിയുടെ നാവിലും വാണി ഭഗവതി കുടികൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ദേവന്മാരുടെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് വാണി ഭഗവതി അയോധ്യയിലേക്ക് എഴുന്നള്ളുന്നു. ഈ സമയം കൈകേയിയുടെ പ്രധാന ദാസിയായ കേകയ രാജ്യത്തു നിന്നും കൈകേയിയെ വിവാഹം കഴിച്ച് അയോധ്യയിലേക്ക് വരുമ്പോൾ കുറേ ദാസിമാരെയും കൊടുത്താ വിടുന്നത്. അതിലെ പ്രധാന ദാസിയാണ് ഈ ത്രിവക്രയായ കുബ്ജയായ മന്ധര. മന്ധരയ്ക്ക് ഏതു സമയവും കൈകേയിയുടെ രാജകൊട്ടാരത്തിൽ കടന്നു ചെല്ലാനും അവളിൽ അവകാശം സ്ഥാപിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിനകത്ത് കാണാം. കാരണം അല്ലെങ്കിൽ ഏതെങ്കിലും ദാസിമാര് ദുർഭഗേ മൂഢേ എന്നൊക്കെ പോയി ഒരു രാജ്ഞിയെ വിളിക്കുമോ? ഇവിടെ വാണി ഭഗവതി എങ്ങനെയാണ് പറയേണ്ടത്? ഈ മന്ധരയുടെ നാവിൽ കുടി കൊണ്ടുകൊണ്ട് വികട സരസ്വതി എന്ന് പറയാം. അങ്ങനെ കൊടി കൊണ്ടുകൊണ്ട് മന്ധരയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. മന്ധര ഇങ്ങനെ രാജകൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ, കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിക്ക് രാജ്യം മുഴുക്കെ കൊടിതോരണങ്ങളാൽ അലങ്കരിച്ചതൊക്കെ കണ്ടപ്പം രാജകുമാരന് യുവരാജാവായി ശ്രീരാമനെ അഭിഷേകം കഴിക്കുന്നതായിട്ട് അറിഞ്ഞ് അവിടെ ചെന്ന് കൈകേയിയോട് പറയാണ്. അപ്പൊ അപ്പോഴേ മനസ്സിലായി മന്ധരയ്ക്ക് ഈ സംഭവമാണെന്ന്. അവിടെ ചെന്ന് ദുർഭഗേ മൂഢേ മഹാഗർവിതേ, കിടന്ന് എപ്പോഴും നീ ഇങ്ങനെ ഉറങ്ങിയാ മതിയോ? ഇവിടെ നടക്കുന്നതൊക്കെ നീ അറിയണ്ടേ? ശ്രീരാമനെ ഇന്ന് നേരം വെളുക്കുമ്പോ യുവരാജാവായി അഭിഷേകം കഴിക്കാൻ പോവുകയാണ് എന്ന് കൈകേയിയെ അറിയിക്കുകയാണ്. പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്ന കൈകേയിക്ക് ഭയങ്കര സന്തോഷമാണ്. കൈകേയി നേരത്തെ നമുക്കറിയാം അഗ്നിദേവൻ യാഗാഗ്നിയിൽ നിന്ന് പായസം കൊണ്ടുവന്നപ്പോഴൊക്കെ പങ്കുവയ്ക്കാൻ, സുമിത്രയ്ക്കൂടെ പങ്കുവെച്ചു കൊടുക്കാനൊക്കെ നല്ല ഗുണങ്ങളുള്ള അങ്ങനെ സൽസ്വഭാവിയായിരുന്നു കൈകേയി. പക്ഷെ എന്ത് ചെയ്യാം, ഈശ്വരേച്ഛയാ ഇതൊക്കെ. സരസ്വതീ ദേവി നാവിലും ബുദ്ധിയിലും വികടമായിട്ട് കയറി വന്നാൽ എന്ത് ചെയ്യാം? ഇവിടെ മന്ധര അങ്ങനെ പറയുമ്പോ ശ്രീരാമനെ നാളെ രാവിലെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ദശരഥ മഹാരാജാവ് തീരുമാനിച്ചതും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടന്നതും നീ അറിഞ്ഞില്ലേ മൂഢേ എന്ന് ചോദിക്കുമ്പോ സന്തോഷം കൊണ്ട് ചാടി എഴുന്നേറ്റ് അപ്പ തന്നെ തന്റെ നൂവിര മുരി സന്തോഷ സൂചകമായിട്ട് ആ മന്ധരയ്ക്ക് ഊരിക്കൊടുക്കുകയാണ്, നല്ല വാക്കുകള് രാവിലെ കേൾപ്പിച്ചതിന്. അപ്പം പറഞ്ഞു, പക്ഷേ നിനക്ക് ഇതുകൊണ്ട് താപമാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞപ്പോ, എന്ത് താപമാണ് ഇതുകൊണ്ടുണ്ടാകുന്നത്? എനിക്ക് കൗസല്യയെക്കാട്ടിൽ എന്നോടാണ് ശ്രീരാമദേവന് കൂടുതൽ ഇഷ്ടം. എനിക്കും അങ്ങനെ തന്നെയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളിലും ശ്രീരാമചന്ദ്രപ്രഭു വളരെ ശ്രദ്ധയോടെ എനിക്ക് തന്നിട്ടേ ഭരതനേക്കാൾ മമപുത്രനാൻ രാമനെ സ്നേഹം എനിക്കേറും, രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും, അതുപോലെ ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയും ഇല്ലെന്നറിയ നീ, നല്ല വസ്തുക്കൾ എനിക്ക് തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമ നന്ദനൻ,
ഇഷ്ടമില്ലാതൊരു വാക്കു പറയുകയില്ല, ഒട്ടുമേ ഭേദം അവനില്ല ഒരിക്കലും. ഇങ്ങനെയൊക്കെയുള്ള ശ്രീരാമനെ യുവരാജാവായാൽ എനിക്കും എൻ്റെ മകൻ തന്നെയാണല്ലോ യുവരാജാവാകുന്നത്, അതുകൊണ്ട് എനിക്കും നന്മയല്ലേ ഉണ്ടാവൂ അതുകൊണ്ട് എന്ത് താപമാണ് നമുക്കുണ്ടാവുന്നത് എന്നാണ് കൈകേയി നല്ല ബുദ്ധിക്ക് ചോദിക്കുന്നത്. അപ്പോഴേ വികട സരസ്വതി കയറിയിരിക്കുന്ന നാവിലിരിക്കുന്ന മന്ധര പറയുകയാണ്, ഇതുകൊണ്ട് നിനക്ക് നാശമേ ഉണ്ടാവുകയുള്ളൂ. ശ്രീരാമൻ യുവരാജാവായാൽ ആരായിരിക്കും രാജാവിന്റെ രാജമാതാവാകുന്നത്? കൗസല്യായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ ദാസികളാകും. അപ്പൊ നിനക്ക് കൗസല്യയുടെ ദാസിയായിരിക്കാനാണ് യോഗം. കൗസല്യയുടെ ദാസിയായിട്ട് ഇവിടെ കഴിയേണ്ടതായിട്ട് വരും. അതുപോലെ യുവരാജാവായി കഴിഞ്ഞിട്ട് പിന്നീട് അവര് തന്നെയാണ് രാജാവാകുന്നത്. അപ്പം മാതാവായിട്ട് കൗസല്യ ഇരിക്കും, അവരുടെ ദാസിയായിട്ട് നിനക്ക് കഴിയേണ്ടതായിട്ട് വരും. അതുപോലെ നിന്റെ മകൻ ഭരതനോ രാജാവിന്റെ ദാസനായിട്ടും ഇരിക്കേണ്ടതായിട്ട് വരും. ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? കേകയ രാജ്യത്തുനിന്ന് രാജ്ഞിയായിട്ട് നീ ഇവിടെ വരുന്നതാണ്. നിനക്ക് ഇതൊക്കെ സൗഭാഗ്യങ്ങളൊക്കെ നേടാൻ എല്ലാ അവസരങ്ങളുമുണ്ട്. ഇതിന് പിന്നിലും ചെറിയൊരു കഥയുണ്ട്, ചെറുതായിട്ട് പറയാം. കേകയ രാജ്യത്തു നിന്ന് അയോധ്യയിലേക്ക് കൈകേയിയെ വിവാഹം കഴിച്ചു വിടുമ്പോൾ മന്ധരയെ അവിടുന്ന് രാജാവ് പറഞ്ഞു വിടാനുള്ള പ്രധാന കാരണം ഈ പ്രായം ചെന്ന ദശരഥന് കൈകേയിയെ കൊടുക്കാൻ തന്നെ കാരണം അയോധ്യ എന്ന് പറയുന്നത് വളരെ സമ്പന്നമായ ഒരു രാജ്യമാണ്. യുദ്ധ നിപുണന്മാരായ ധാരാളം ഭടന്മാരുള്ള ഒരു രാജ്യമാണ്. എല്ലാം കൊണ്ടും ഉയർന്ന തലത്തിലുള്ള ഒരു രാജ്യമാണ് അയോധ്യ. ഒരു രാജ്യവുമായിട്ടൊരു സഖ്യം വരുന്നത് എന്തുകൊണ്ടും കേകയ രാജ്യത്തിന് നല്ലതാണ്. പോരായെങ്കിൽ കേകയ രാജ്യവും മിഥിലാപുരിയും തമ്മിൽ ഒരു ചെറിയ യുദ്ധം എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും ഒരു അസ്വാരസ്യങ്ങളുണ്ട്. അപ്പം കൂട്ടിന് അയോധ്യ രാജ്യത്തെ കേകയ രാജ്യത്തിന് കിട്ടിയാൽ ഏറ്റവും നല്ലതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് കേകയ രാജ്യത്തെ ഇളതലമുറക്കാരനായ ഭരതൻ തന്നെ ഇവിടെ രാജാവായാൽ എല്ലാം കൊണ്ടും കേകയ രാജ്യത്തിനും അയോധ്യയ്ക്കും കൈകേയിക്കും ഒക്കെ നന്മകളെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും നീ ഇത് സമ്മതിക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്ക് നിർണയം എന്നൊക്കെ എന്നിട്ട് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ദാസിപ്പണി ചെയ്ത് പിന്നെ നീയും നിന്റെ മകനും കഴിയുന്നതിലും നല്ലത് മരിച്ചു പോകുന്നതാണ് നല്ലതെന്ന് വരെയാണ് മന്ധര പറഞ്ഞ് ഫലിപ്പിച്ചെടുക്കുന്നത്. അപ്പൊ അത് കേൾക്കുന്ന കൈകേയി ഇനി ഇതിനെന്താണ് ഒരു പരിഹാരം എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം, പെട്ടെന്ന് ഈശ്വരവശാൽ എനിക്ക് അതൊക്കെ ഇപ്പൊ ഓർമ്മ വന്നു എന്നാണ് മന്ധര പറയുന്നത്. ശരിയാണ്, ഈശ്വര നിശ്ചയം തന്നെയാണ്. ഇവിടെ മന്ധരയ്ക്ക് അപ്പോഴേ ഓർമ്മ വന്നു, പണ്ട് ദേവാസുര മഹായുദ്ധത്തില് ദേവന്മാർക്ക് സഹായത്തിനായിട്ട് അസുരന്മാരെ തോൽപ്പിക്കുന്നതിലേക്ക് ദേവന്മാരുടെ അഭ്യർത്ഥന അനുസരിച്ച് ദശരഥൻ ദേവലോകത്ത് പോവുകയും അവിടെ യുദ്ധം ചെയ്ത് അസുരന്മാരെ തോൽപ്പിക്കുകയും ചെയ്തു. ഈ സമയത്ത് ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ രഥത്തിന്റെ ദശരഥൻ യുദ്ധത്തിനായി കയറിയിരുന്ന രഥത്തിന്റെ കീല് ഊരിപ്പോവുകയും ഒരുപക്ഷെ ആ രഥം തന്നെ താഴെ വീണ് അസുരന്മാരെ ദശരഥനെ വധിക്കാമായിരുന്നു. അപ്പൊ ഈ യുദ്ധത്തിന് പോകുമ്പോൾ രാജാവ് ദശരഥൻ കൈകേയിയെ തന്റെ ഇഷ്ടപത്നിയായ കൈകേയിയെ കൂടെ കൊണ്ടുപോയിരുന്നു. ആ സമയത്ത് കീൽ ഊരിപ്പോകുന്നത് കണ്ട കൈകേയി യുദ്ധ നിപുണയാണെന്ന് വാൽമീകി രാമായണം പറയുന്നുണ്ട്. അവർക്ക് മനസ്സിലായി ഇതൊക്കെ. അപ്പൊ എന്ത് ചെയ്തു, തന്റെ വിരലുകൊണ്ട് ആ കീലിന്റെ സ്ഥാനത്ത് തന്റെ വിരൽ വെച്ച് രഥത്തെ താങ്ങി നിർത്തി. അങ്ങനെ യുദ്ധം കഴിഞ്ഞു വന്നപ്പോഴാണ് ദശരഥൻ ഇത് അറിയുന്നത്. ദശരഥന് വളരെ സന്തോഷമായി. അപ്പം തന്നെ സന്തോഷം കൂടി. നമുക്കറിയാം, നേരത്തെയും ഇതുപോലെ ദശരഥൻ കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടു, വിശ്വാമിത്ര മഹർഷി വന്നപ്പോൾ എന്തു വേണമെങ്കിലും ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഇവിടെ അതുപോലെ തന്നെ പെട്ടെന്ന് പറഞ്ഞു, കൈകേയിയോട് പറയാണ്, ഒന്നും ആലോചിക്കാതെ പറഞ്ഞു, ഇത്രയും എൻ്റെ ജീവനും ഈ യുദ്ധവും ഒക്കെ വിജയിക്കാനുണ്ടായ കാരണം കൈകേയിയുടെ ആ സമയോചിതമായ പ്രവൃത്തിയാണ്. സന്തോഷവാനായ ഞാന് നിനക്ക് 2 വരം തരാം, എന്തു വേണമെങ്കിലും ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പൊ എന്തു വേണമെങ്കിലും ചോദിച്ചോളാൻ പറഞ്ഞപ്പോ ബുദ്ധിമതിയായ കൈകേയി പറയുന്നു, ആ 2 വരങ്ങള് ഇപ്പോൾ എനിക്ക് വേണ്ട, അത് അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, ആവശ്യം വരുമ്പോ ഞാൻ ചോദിച്ചു കൊള്ളാം
ഇവിടെ മന്ദര പറഞ്ഞു, ആ 2 വരങ്ങളും നീ ഇന്ന് ചോദിക്ക്, ഇന്നിപ്പൊ അതിന് ആവശ്യം വന്നിരിക്കുകയാണ്. അതിൽ ഒരു വരം കൊണ്ട് ഭരതനെ രാജാവാക്കണമെന്ന് പറയുക, 2ാമത്തെ വരം കൊണ്ട് ശ്രീരാമനെ വനത്തിലേക്ക് അയക്കുക എന്ന് പറയുന്നു. അപ്പം ഇതിൽ കുറഞ്ഞൊന്നും, അതും രാജാവിനെ കൊണ്ട് സത്യം ചെയ്യിച്ചതിന് ശേഷം മാത്രമേ നിന്റെ ഈ ആവശ്യം പറയാവൂ. സത്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റത്തില്ലല്ലോ. ആദ്യം സത്യം ചെയ്തു വാങ്ങിക്കുക. എന്റെ ദുഃഖത്തിന് കാരണം ഇതാണ്, എന്റെ ദുഃഖം മാറണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് സാധിച്ചു തരണം എന്ന് വാക്ക് വാങ്ങിച്ചതിന് ശേഷം മാത്രം നിന്റെ ആവശ്യം പറയുക. അതുവരെ നീ ക്രോധാലയം പോകുക. രാജകൊട്ടാരത്തിലൊക്കെ ക്രോധം വരുമ്പോ അവർക്ക് ഇരിക്കാൻ പ്രത്യേകം മലയുണ്ട്. ആ ക്രോധാലയം, ആ മുറിയിൽ പോയിരിക്കുക. എങ്ങനെ? മുടിയൊക്കെ വലിച്ചു പറിച്ചിട്ട്, ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം വലിച്ചു പറിച്ച്, ആഭരണങ്ങളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ്, ചന്ദനം കുങ്കുമം ഇതൊക്കെ ധരിച്ചിട്ടുണ്ട്, അതെല്ലാം തൂത്ത് കളഞ്ഞ്, കരഞ്ഞ് കണ്ണുനീര് ഒലിപ്പിച്ച് തറയെ കിടന്ന് ഉരുണ്ട് ദേഹത്തെല്ലാം മണ്ണും പിടിപ്പിച്ച് നീ അവിടെ കിടക്കുക. അപ്പൊ ഇത് കണ്ടുവരുന്ന രാജാവ് തീർച്ചയായിട്ടും, രാജാവിന് ഏറ്റവും പ്രിയങ്കരിയാണല്ലോ കൈകേയി, തീർച്ചയായും നിന്റെ ആഗ്രഹം സാധിച്ചു തരാമെന്ന് സത്യം ചെയ്യും. സത്യം ചെയ്തതിന് ശേഷം നിന്റെ ആഗ്രഹം പറയുക. ഇങ്ങനെ ഈ കാര്യം നേടിയെടുക്കുക എന്ന് പറയും. അപ്പൊ ഇത് പറയുമ്പോൾ കൈകേയിക്ക് സന്തോഷമായി. കണ്ടോ, എന്റെ എന്റെയും എന്റെ മകന്റെ അഭ്യുദയത്തിനായിട്ടാണ് എന്റെ ദാസി ഇത്രയൊക്കെ ചിന്തിച്ചു കൂട്ടി. എനിക്ക് പോലും ഇതൊന്നും ഓർമ്മ വന്നില്ല. അതെല്ലാം ഓർമ്മിച്ച് എനിക്ക് നല്ല ഉപദേശം തന്നല്ലോ എന്നാണ് കൈകേയി ഇവിടെ ചിന്തിക്കുന്നത്. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. ദുർജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട് കാരണം നമുക്കത് തോന്നും ഇത് നല്ലതാണെന്ന്, പക്ഷെ നമുക്ക് അപകടത്തിലേക്കേ വന്നു ഭവിക്കത്തുള്ളൂ. അപ്പൊ തന്നെ വളരെ സന്തോഷവതിയായിട്ട് പറയുന്നു, ഇത് കാര്യം നടന്നു കിട്ടിയാൽ നിനക്ക് ഞാൻ, അപ്പൊ പിന്നെ ആരാണ്? രാജാവിന്റെ മാതാവാ ഞാൻ. അപ്പൊ ഞാന് 100 ദേശങ്ങൾ നിനക്ക് തരാം എന്ന് പറയുക. ഈ കാര്യം നടന്നു കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ രാജമാതാവാകുമ്പോൾ നിനക്ക് 100 ദേശങ്ങൾ തരാം എന്ന് പറഞ്ഞു. മന്ദരയ്ക്ക് സന്തോഷമായി. മന്ദര പോകുന്നു. മന്ദര പറഞ്ഞതനുസരിച്ച് കൈകേയി ക്രോധാലയത്തിലേക്ക് പോകുന്നു. ഈ പറഞ്ഞ പോലെ മുടിയൊക്കെ വലിച്ചു വരച്ച്, വസ്ത്രങ്ങളൊക്കെ അലങ്കോലമാക്കി, ആഭരണങ്ങളൊക്കെ പൊട്ടിച്ചെറിഞ്ഞ്, ചന്ദന കുങ്കുമ ഭസ്മാദികളെല്ലാം തുടച്ചു നീക്കി, കണ്ണുനീരൊലിപ്പിച്ച് അങ്ങനെ തറയെ കിടന്ന് ഉരുണ്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് രാജാവ് ഇതൊന്നും അറിയാതെ കൗസല്യയും സുമിത്രയും രാമനെ യുവരാജാവായി അഭിഷേകം കഴിക്കുന്ന വിവരമൊക്കെ അറിയിക്കാനെല്ലാം ദൂതനെയൊക്കെ അയച്ച് വസിഷ്ഠ മഹർഷിയെ ശ്രീരാമനെ അറിയിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഏർപ്പാടാക്കിയതിന് ശേഷം സന്തോഷചിത്തനായിട്ട് നാളെ എൻ്റെ പ്രിയപുത്രൻ ശ്രീരാമൻ യുവരാജാവായി അഭിഷേകം ചെയ്യുന്നത് കാണാനുള്ള ആ സന്തോഷമൊക്കെ ആയിട്ട് വളരെ സന്തോഷവാനായിട്ട് കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് വരികയാണ്. സാധാരണ രാജാവ് അവിടേക്ക് വരുന്നത് സമയം അറിയാമല്ലോ. ആ സമയത്തേക്ക് സന്തോഷവതിയായിട്ട് പൂമുഖവാതുക്കൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാര്യയാണ് കൈകേയി. ഇന്ന് അവിടെ ചെല്ലുമ്പോ അങ്ങനൊന്നും കാണുന്നില്ല. അപ്പം ദാസികളോട് ചോദിക്കുന്നു, നിങ്ങളുടെ രാജ്ഞി എന്തിയെ? പറഞ്ഞു, ക്രോധാലയം പോകിയിരിക്കുകയാണ്. അവിടുന്ന് തന്നെ പോയി ചോദിച്ചാട്ടെ കാര്യം എന്താണെന്ന്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പം രാജാവ് അവിടേക്ക് ചെല്ലുന്നു. അപ്പം തന്നെ ചോദിക്കുകയാണ്, എന്താണ് ഇങ്ങനെ തറയിൽ കിടക്കുന്നത് കണ്ട് പെട്ടെന്ന് ഓടിച്ചെന്ന് എന്താണ് ഇങ്ങനെ വിഷമിക്കാനുണ്ടായ കാരണം എന്ന് ചോദിക്കുന്നു. വെറും നിലത്ത് കിടക്കാനുണ്ടായ കാരണം എന്താ? ആരാണ് നിന്നെ വിഷമിപ്പിച്ചിരിക്കുന്നത്? അപ്പൊ രാജാവ് ആവശ്യമില്ലാതെ കഴിഞ്ഞ 2 പ്രാവശ്യവും നമ്മൾ കണ്ടു, വിശ്വാമിത്രന് ചാടി കയറി ഒരു സത്യം ചെയ്തു കൊടുക്കുന്നു. അതുപോലെ 2 വരങ്ങള് യാതൊരു കാര്യവുമില്ലാതെ കൈകേയിക്ക് കൊടുക്കുന്നു. ഇവിടെ അതുപോലെ തന്നെ പറയുകയാണ്, നിന്റെ അനിഷ്ടത്തിന് കാരണം എന്താണ്? നിന്റെ ദുഃഖത്തിന് കാരണം എന്താണ്? നാരികളോ നരന്മാരോ ഭവതിയോട് ആരൊരു വിപ്രിയം ചെയ്തതു വല്ലഭേ. ദണ്ഡ്യനെന്നാകിലും വന്ധ്യനെന്നാകിലും ദണ്ഡം എനിക്ക് അതിനില്ല നിരൂപിച്ചാൽ. നിർധനനാണെങ്കിൽ നിർധനനായവനെ ഭവതിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അവനെ സമ്പന്നനാക്കാം. സമ്പന്നനെ ആണ് ഭവതിക്ക് ഇഷ്ടമല്ലാത്തതെങ്കിൽ ഞാൻ അവനെ നിർധനനാക്കാം. പിന്നെ വധിക്കാൻ വെച്ചിരിക്കുന്ന ഒരാളിനോടാണ് താല്പര്യമെങ്കിൽ അവനെ വധിക്കാതെ വിടാം. ഇനി വധിക്കേണ്ടാത്തവനെയാണെങ്കിൽ അവനെ കൈകേയിക്ക് ഇഷ്ടമല്ലെങ്കിൽ അവനെ ഞാൻ വധിക്കാം. ഇങ്ങനൊക്കെ എന്ന് പറഞ്ഞിട്ട് മൽപുത്രനായ രാഘവനാണ് എൻ്റെ
ഏറ്റവും പ്രാണനേക്കാൾ ഞാൻ പ്രിയപ്പെട്ടതായി കാണുന്നത് എൻ്റെ പുത്രൻ രാമനെയാണ്. ആ രാമനെ പിടിച്ച് സത്യം ചെയ്യുകയാണ്, എന്ത് കാര്യം പറഞ്ഞാലും ഞാനത് സാധിച്ചു തരാം, ദുഃഖം കളഞ്ഞെഴുന്നേക്കൂ എന്ന് പറയുകയാണ്. അപ്പം അവിടെയും സത്യം ചെയ്തു. ആ സത്യം ചെയ്തു കഴിഞ്ഞപ്പോ കണ്ണുനീരൊക്കെ തുടച്ച് പെതുക്കെ കൈകേയി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അങ്ങ് പണ്ട് എനിക്ക് 2 വരം തന്നിരുന്നല്ലോ ദേവാസുര യുദ്ധത്തിന് പോയപ്പോ. ആ 2 വരങ്ങൾ ഇന്ന് ഞാൻ ചോദിക്കുകയാണ്. ചോദിച്ചോളൂ, അതിനെന്താ? അപ്പൊ അതിലൊന്നുകൊണ്ട് എന്റെ മകൻ ഭരതനെ രാജാവാക്കണം, രണ്ടാമത്തേത് കൊണ്ട് രാമൻ 14 വർഷം വനവാസത്തിന് പോകണം. ഇത് കേട്ട നിൽക്കുന്ന രാജാവ് മൂർച്ഛിച്ച് താഴെ വീഴുകയാണ്. എങ്ങനെങ്കിലും ബോധം തെളിഞ്ഞപ്പം ചോദിക്കുകയാണ്, കർണകഠോരങ്ങളായ വാക്കുകള് നിനക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു കൈകേയി? രാമൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? നിന്നെ കൗസല്യയോളം തന്നെ രാമന് നിന്നെയും ഇഷ്ടമല്ലേ, പിന്നെ നീ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു നോക്കി. ഒരു രക്ഷയുമില്ല, അതിന് മാറ്റമില്ല. സത്യം ചെയ്തതാണല്ലോ രാജാവ്, ഇനി അതിന് മാറ്റമില്ലല്ലോ. സത്യത്തെ ലംഘിക്കാൻ പാടില്ല, രാജധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. നമുക്കിനി ഈ രാമായണം മൊത്തം അങ്ങോട്ടങ്ങോട്ട് പോകെ ശ്രീരാമചന്ദ്രന്റെ ഓരോ സന്ദർഭങ്ങളിലും കഥാസന്ദർഭങ്ങളിലും നമുക്ക് കാണാം, ധർമ്മത്തിലെ യമനിയമാദികളിലെ ആദ്യത്തെ ഒന്നായ സത്യത്തെ വിലംഘിക്കുക, സത്യം വദ, സത്യം മാത്രം പറയുക, സത്യം മാത്രം ചെയ്യുക എന്നൊക്കെയുള്ളത് നമ്മുടെ സനാതന ധർമ്മശാസ്ത്രം ഉദ്ഘോഷിക്കുന്നതാണ്. ഇവിടെ ധർമാചരണത്തിനാണ്. രാമോ ധർമ്മ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് പറയുന്നത്. അങ്ങനെ ധർമ്മ അവതാരം എടുത്ത ആളാണ് ഭഗവാൻ ശ്രീരാമൻ എന്ന് പറയുന്ന പോലെ. ആ കാലത്ത്, ഇത് ത്രേതായുഗത്തിലെ കഥയാണ്, അവിടെ ധർമ്മത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ധർമ്മശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടപ്പാക്കുന്ന ഒരു കാലഘട്ടമാണെന്ന്. ഇന്നാണെങ്കിൽ അങ്ങനൊന്നുമില്ല. സത്യം ഇന്ന് പറയുന്നു, അരമണിക്കൂറിനകം അത് മാറ്റി പറയാൻ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക് ഒരു ബദ്ധപ്പാടുമില്ല. ഞാൻ പറഞ്ഞോ എന്ന് പോലും തെളിവില്ലെങ്കിൽ അവർ നിഷേധിക്കും. ഇവിടെ രാമന്റെ പേരിൽ സത്യം ചെയ്തു കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴും രാജാവ് പോയി കാല് പിടിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ ചക്രവർത്തിയാണ്. ദേവലോകത്തെ ദേവന്മാര് പോലും ദശരഥനെ ക്ഷണിച്ചുകൊണ്ടുപോയി യുദ്ധം ചെയ്യിക്കുന്ന അത്ര വലിയ ചക്രവർത്തിയാണ് അദ്ദേഹം. ഈ കൈകേയി എന്ന സ്ത്രീയുടെ കാല് പിടിക്കുകയാണ്. എന്റെ മകനെ നീ രക്ഷിക്കണം, ഭരതനെ ഞാൻ രാജാവാക്കാം, പക്ഷേ രാമനെ വനവാസത്തിന് വിടണമെന്നുണ്ടോ? എന്റെ മകൻ ശ്രീരാമൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ മരിക്കും, ഉറപ്പാ. പക്ഷെ കൈകേയിക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. ദശരഥ മഹാരാജാവും ജീവിക്കോ മരിക്കോ അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. എന്റെ മകൻ ഭരതനെ രാജാവാക്കണം, ശ്രീരാമൻ വനവാസത്തിനും 14 വർഷം പോകണം. ആ ഒരൊറ്റ കണ്ടീഷനിൽ മാത്രം നിൽക്കുകയാണ് ഇവിടെ കൈകേയി. രാജാവ് കാലു പിടിച്ച് എന്തൊക്കെ പറഞ്ഞു നോക്കാമോ അതെല്ലാം പറഞ്ഞു നോക്കി. കൈകേയി ഒരണുവിട മാറുകയില്ല. അങ്ങനെ ദുഃഖിതനായി കരഞ്ഞ് രാമ 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 എന്ന് ആർത്തനായി കരഞ്ഞുകൊണ്ട് ആ രാത്രി കഴിച്ചു കൂട്ടുകയാണ്. ഈ സമയം ഈ രാജകൊട്ടാരത്തിൽ ദുഃഖം കൊണ്ട് ദശരഥൻ ഉറക്കമില്ലാതെ കിടക്കുന്നു. ഈ സമയത്ത് പുറത്തോ ആ രാജ്യം മുഴുക്ക പൗരജനങ്ങളാകെ സന്തോഷം കൊണ്ട് ഉറക്കമില്ലാതെ, 2 കൂട്ടർക്കും രാത്രി തീരുന്നില്ല. ദശരഥന് ദുഃഖം കാരണം എങ്ങനെങ്കിലും എന്നെ നേരം വിളത്തിട്ട് രാമനെ ഒന്ന് കണ്ടാ മതി, എങ്ങനെങ്കിലും ഇതിന് പരിഹാരം കാണണം എന്ന് വിചാരിച്ചിരിക്കുന്നു ദശരഥൻ ഉറക്കമിളച്ച്. അതേസമയം പൗരജനങ്ങളാവട്ടെ എങ്ങനെങ്കിലും ഈ രാത്രി ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി, ആ സുന്ദര കളയബരനായ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ കാണാം, സീതാദേവിയെ കാണാം, അവരെ യുവരാജാവായി അഭിഷേകം കഴിക്കുന്നത് കാണാം. ആ സുന്ദര ദൃശ്യം, ആ മനോഹര ദൃശ്യം, മനോഹര രൂപനെ ഒക്കെ കാണാൻ കാത്ത് ഈ രാത്രി എങ്ങനെങ്കിലും കഴിഞ്ഞാൽ മതി എന്ന് പൗരജനങ്ങളും കരുതിയിരിക്കുക. ഈ സമയത്ത് നേരം വളരെ പ്രഭാതമാകുന്നു. അപ്പം രാജാവിനെ ഉണർത്തുന്നതിനു വേണ്ടി ശംഖനാദം ഇതൊക്കെയായിട്ട് സ്തുതിപാഠകര് വരുന്നു. എന്നാല് പക്ഷെ ഇവിടെ ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ ഈ കൈകേയിക്ക് ഭയങ്കര ദേഷ്യമാ വരുന്നത്. കോപം കാരണം അവരെ എല്ലാം ആട്ടിപ്പായിക്കുകയാണ്. മതി, ഈ ശംഖും നാദവും സ്തുതിപാഠകളും എല്ലാം പൊക്കോളാൻ പറയും. എല്ലാം നിർത്തി മാറി നിൽക്കുന്നു. ഈ സമയത്ത് പ്രധാനമന്ത്രി സുമന്ത്രർ അവിടേക്ക് കയറി വരികയാണ്. രാജാവിനെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു വരുമ്പം രാജാവിന് കിടക്കുന്നേ കാണുമ്പം എന്തു പറ്റി രാജാവിനെന്ന് ചോദിക്കുമ്പം കൈകേയി പറയുന്നു,
രാജാവിന് രാത്രിയിൽ ഉറക്കമുണ്ടായിട്ടില്ല. രാമ രാമ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. അതുകൊണ്ട് സുമന്ത്രരെ നിങ്ങൾ പോയിട്ട് എളുപ്പം രാമനെ വിളിച്ചുകൊണ്ട് വരൂ എന്ന് പറയുന്നു. കൈകേയി പറഞ്ഞാൽ മന്ത്രി പോവുകയില്ല, രാജാവിന്റെ ആജ്ഞ വേണം, എന്നാ മാത്രമേ മന്ത്രി ചെയ്യുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് സുമന്ത്രരെ രാജാവിനോട് ചോദിക്കുന്നു ഞാൻ എന്ത് വേണമെന്ന്. അപ്പൊ ദശരഥ മഹാരാജ അവിടെ കിടന്നുകൊണ്ട് തന്നെ പറയുന്നു, സുമന്ത്രരെ പോയി എത്രയും പെട്ടെന്ന് എന്റെ മകനെ ശ്രീരാമനെ കൊണ്ടുവരൂ, എനിക്ക് എന്റെ മകന്റെ മുഖം കാണണം എന്ന് പറയുകയാണ്, കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അപ്പം സുമന്ത്രര് പെട്ടെന്ന് തന്നെ ശ്രീരാമന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് അച്ഛൻ അങ്ങേ കാണാൻ ആഗ്രഹിക്കുന്നു, എത്രയും പെട്ടെന്ന് വരൂ എന്ന് പറയുകയാണ്, പുറപ്പെടുക എന്ന് പറയുന്നു. ശ്രീരാമൻ അപ്പം തന്നെ ഇവിടേക്ക് വരുന്നു. ഇവിടെ വരുമ്പോ കാണുന്ന കാഴ്ച അച്ഛൻ നിലത്ത് കിടക്കുന്നു, കരഞ്ഞ് ഉറക്കമിടച്ച കണ്ണുകളോടും മുഖത്തോടും കരഞ്ഞു വീർത്ത മുഖത്തോടും ഒക്കെ അച്ഛൻ കിടക്കുന്നത് കാണുന്നു. അച്ഛന്റെ തലയെടുത്ത് മടിയിൽ കിടത്തിക്കൊണ്ട് അച്ഛ എന്താണ്, എന്തു പറ്റി എന്ന് ചോദിക്കാതെ അമ്മയോടാണ് ചോദിക്കുന്നത്. അമ്മേ എന്തു പറ്റി അച്ഛനെ, ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവരൊന്ന് പറയണേ, എന്താണ് അച്ഛന്റെ ദുഃഖത്തിന് കാരണം എന്ന് ചോദിക്കുമ്പോൾ കൈകേയി പറയുന്നു, അച്ഛന്റെ ദുഃഖത്തിന് കാരണം നീ തന്നെയാണ്, രാമൻ തന്നെയാണ് അച്ഛന്റെ ദുഃഖത്തിന് കാരണമെന്ന് പറയുന്നു. എന്റെ അച്ഛന്റെ ദുഃഖത്തിന് കാരണം ഞാനോ എന്നാണ് ഇവിടെ രാമൻ ചോദിക്കുന്നത്. അപ്പൊ അതെന്താണ് എന്ന് ചോദിക്കുമ്പോ കാരണം എന്തോന്നു താത ദുഃഖത്തിനു നേരെ പറവിൻ അറിഞ്ഞവരെന്ന് പറഞ്ഞപ്പം പുത്ര ദുഃഖത്തിനു നീ തന്നെ കാരണം എന്ന് കൈകേയി രാമനോട് പറയുകയാണ്. എന്താണ് കാരണം? പുത്രരിൽ ജ്യേഷ്ഠൻ നീയാണല്ലോ. പണ്ട് ദേവാസുര യുദ്ധത്തിൽ പോയപ്പോ 2 വരങ്ങൾ ഞാൻ അച്ഛനോട് ചോദിച്ചിരുന്നു, അന്ന് എനിക്ക് തന്നിരുന്നു. അത് അന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അന്ന് ഇപ്പം ഞാൻ ചോദിച്ചു, അതിലൊന്ന് ഭരതനെ ആ കാര്യം പറയാൻ വേണ്ടിയാണ്. അത് ഞാൻ 2 വരം ചോദിച്ചു, അതിന്റെ ദുഃഖത്തിനിരിക്കുകയാണ്. സത്യം ചെയ്തതാണ്, പക്ഷെ അത് നടത്തിത്തരാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുള്ള ദുഃഖം കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറയുന്നു. പുന്നാമം എന്ന നരകത്തിൽ നിന്ന് പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു. അങ്ങനെ പുത്രൻ എന്നുള്ള പേരിന് പുന്നാമം, എന്ന നരകത്തിൽ നിന്നും പിതാവിനെ ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ. അപ്പൊ അതുകൊണ്ട് നീ അച്ഛന്റെ ദുഃഖത്തെ ഇല്ലാതാക്കാൻ, അച്ഛൻ ചെയ്ത സത്യത്തെ പാലിക്കാൻ നീയാണത് ചെയ്യേണ്ടത്. അതുകൊണ്ട് ആ അച്ഛന് ആ നരകത്തിൽ പോയി അച്ഛൻ പതിക്കാതിരിക്കാൻ നീ അച്ഛന്റെ സത്യത്തെ പാലിക്കണം എന്ന് പറയുന്നു. അപ്പൊ രാമൻ ചോദിക്കുകയാണ്, ഇത്രയുമൊക്കെ പറയണമോ മാതാവേ? അച്ഛന്റെ കാര്യമായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യും? ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പതിനില്ല സംശയം. രാജ്യം എന്നാകിലും താതൻ നിയോഗിക്കിൽ, രാജ്യം എന്നാൽ അറിയ നീ. എന്തു വേണേലും ഞാൻ അച്ഛൻ ചെയ്ത സത്യത്തെ പരിപാലിക്കാൻ വേണ്ടി എന്തും ചെയ്യും ഞാൻ. ലക്ഷ്മണനെ ത്യജിക്കണോ, സീതയെ ത്യജിക്കണോ, മാതാവിനെ ത്യജിക്കണോ, രാജ്യത്തെ തന്നെ ത്യജിക്കണോ, ഞാൻ എന്തു വേണേലും ചെയ്യാം. എന്നോട് ഇത്രയൊന്നും പറയണമെന്നില്ല. കാരണം എനിക്കറിയാം പുത്രന്മാർ മൂതമിധമുണ്ട്. അച്ഛനമ്മമാരുടെ അഭിപ്രായം മനോഗതം എന്താണെന്ന് അറിഞ്ഞു പ്രവർത്തിക്കുന്ന ഉത്തമ പുരുഷനും അച്ഛനമ്മമാര് പറഞ്ഞാൽ അതനുസരിച്ച് മാത്രം ചെയ്യുന്ന മധ്യമ പുരുഷനും, എന്നാൽ അച്ഛനമ്മമാര് പറഞ്ഞാലും അതിനെ തൃണവൽഗണിച്ചുകൊണ്ട് ചെയ്യാതിരിക്കുന്ന അധമ പുരുഷനും, ഇതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് അമ്മ ഇത്രയേറെ പറയേണ്ടതില്ല. എന്താണ് അച്ഛന് ചെയ്തിരിക്കുന്ന സത്യം എന്ന് പറയുമ്പോൾ കൈകേയി പറയുന്നു, ഭരതനെ രാജാവാക്കണമെന്നും രാമൻ 14 വർഷം വനവാസത്തിന് പോകണമെന്നും ഞാൻ 2 വരങ്ങൾ അന്ന് തന്നിരുന്ന വരങ്ങൾ ഇപ്പൊ ചോദിച്ചു. സത്യം ചെയ്തതിന് ശേഷം ഈ രാജാവിന് അതിൽ നിന്ന് പിന്മാറാൻ പറ്റുന്നില്ല. അതാണ് രാജാവിന്റെ ദുഃഖത്തിന് കാരണം. അന്നേരം പറഞ്ഞു, ഇത്രയുള്ളൂ കാര്യം, വളരെ നിസ്സാര കാര്യം. അമ്മ എനിക്ക് നല്ല കാര്യമാണ് ചെയ്തത്. രാജ്യഭാരം വളരെ ദുഃഖകരമാണ്, വനവാസമോ വളരെ സുഖപ്രദവും. ഇത്രയൊന്നും പ്രയാസങ്ങളൊന്നുമില്ല. ഭരതൻ രാജാവായിക്കോട്ടെ, ഞാൻ വനവാസത്തിനും പൊക്കോളാം. ഒരു പക്ഷേ വളരെ സംഘർഷം നിറഞ്ഞ ഒരവസ്ഥ വരേണ്ടത്. അതിൽ നിന്ന് വളരെ എന്താണ് ആ അന്തരീക്ഷത്തെ വളരെ ശാന്തമാക്കി തീർക്കാൻ ശ്രീരാമന്റെ ഈ മറുപടിക്ക് കഴിഞ്ഞു. താപസവേഷം പൂണ്ടു പോവാൻ എനിക്ക് യാതൊരു
ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പത് ദണ്ഡകവാസത്തിനേതുമെഴുതല്ലോ സ്നേഹമെന്നെ കുറിച്ചേറും അമ്മയ്ക്ക് ഇദ്ദേഹം മാത്രം ഭരിക്കുന്നു വിധിക്കാൽ. അമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണല്ലോ കൈകേയി അമ്മയ്ക്ക്. അതുകൊണ്ടാണ് ഈ രാജ്യഭാരം എന്ന വലിയ മുൾമുന അല്ലെ മുൾക്കിരീടം എന്റെ മേലെ അടിച്ചേൽപ്പിക്കാതെ എന്നെ വനവാസത്തിനായിട്ട് വിടുന്നത്. എന്ത് ശാന്ത സുന്ദരമായ വനത്തിലേക്ക് പോയാൽ മാത്രം മതിയല്ലോ. ഞാൻ അതിനെ എനിക്ക് യാതൊരു വിഷമവുമില്ല എന്ന് പറയുകയാണ് രാജാവ്. പക്ഷേ ഇത് ശ്രീരാമൻ ഇത് കേൾക്കുന്ന ദശരഥൻ പറയുന്നു, മോനെ ഇതൊന്നും കേൾക്കണ്ട, നീ ഘോര മഹാവനത്തിലൊന്നും പോവേണ്ട, നിന്നെ പിരിഞ്ഞ് ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് രാജാവ് വളരെയധികം വീണ്ടും വീണ്ടും കരയുകയാണ്. എന്തിനെന്താതൻ വൃഥൈവ ദുഃഖിക്കുന്നു, എന്തൊരു ദണ്ഡം ഇതിന്നു മഹീപതേ, സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്ക് ശക്തി പോരായകയുമില്ലിത് രണ്ടിനും. എനിക്കും എന്റെ സഹോദരനായ ഭരതനും സത്യത്തെ സംരക്ഷിക്കാൻ യാതൊരു വിഷമവുമില്ല. അച്ഛൻ അമ്മയ്ക്ക് കൊടുത്ത സത്യത്തെ ഞാനും എന്റെ സഹോദരൻ ഭരതനും ഒരുപോലെ പാലിച്ചു കൊള്ളാം. ഭരതൻ രാജാവായിക്കൊള്ളും അച്ഛന്റെ സത്യമനുസരിച്ച്. അതുപോലെ തന്നെ ഞാൻ 14 വർഷം താപസവേഷത്തിൽ വനത്തിലും പൊക്കോളാം. ഇനിയും ഇതിനൊരു തടസ്സവുമില്ല. എല്ലാം ഓക്കെ ആക്കിയതിനു ശേഷം പറയുന്നു, ഞാൻ എന്നാല് കൗസല്യ അമ്മയുടെ അടുത്ത് വരെ പോയിട്ട് വരാം, അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞ് അച്ഛനെയും കൈകേയി അമ്മയും സമാധാനിപ്പിച്ചതിന് ശേഷം ശ്രീരാമൻ കൗസല്യയുടെ ഗൃഹത്തിലേക്ക് കൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോ വിഷ്ണുപൂജ, ഭഗവാൻ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് കൗസല്യാദേവി. അപ്പം ശ്രീരാമൻ കയറി ചെല്ലുന്നതൊന്നും കൗസല്യാദേവി അറിയുന്നതേ ഇല്ല. ആ ധ്യാന നിമഗ്നയായിട്ട് തന്റെ പുത്രന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാതാവിനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പം ചെല്ലുമ്പോ സുമിത്രയാണ് പറയുന്നത്, രാമൻ വന്നത് അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. രാമനുപഗതനായതു കണ്ടീലേ എന്ന് സുമിത്ര ചോദിക്കുമ്പോ പെട്ടെന്ന് കണ്ണു തുറന്ന് ധ്യാനത്തിൽ നിന്ന് ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരുന്ന കൗസല്യാദേവി പെട്ടെന്ന് കണ്ണു തുറന്ന് ശ്രീരാമനെ കാണുകയും നന്നായി മുകർന്ന് ആ ദേഹം തലോടിക്കൊണ്ട്, മോന്റെ മുഖം എന്താണ്? കാരണം മാതൃഹൃദയമാണ്. അമ്മയ്ക്കറിയാം മകന്റെ മുഖം വാടിക്കണ്ടാല് അവന്റെ മനസ്സിൽ എന്തോ വിഷമമുണ്ടെന്ന് മനസ്സിലാകും. മുഖം കാണുമ്പം തന്നെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാകും. അപ്പൊ അമ്മ ചോദിക്കുകയാണ്, മോനെ മുഖാംബുജം എന്താണ് വാടിയിരിക്കാൻ കാരണം? വിശക്കുന്നുണ്ടോ? എന്നാൽ ഇരുന്നാട്ടെ, നമുക്ക് ഇപ്പൊ തന്നെ ആഹാരം കഴിക്കാം എന്ന് പറയുന്നു. അപ്പം പറയുന്നു, ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം എന്ന് പറഞ്ഞു. ഇപ്പം കഴിക്കാനുള്ള സമയമൊന്നും ഇല്ല, ഇപ്പൊ പെട്ടെന്ന് തന്നെ എനിക്ക് വനം വരെ പോവാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉണ്ടായ സംഭവങ്ങള് വളരെ ചുരുക്കി അമ്മയോട് പറയുന്നു. ഇത് കേൾക്കുന്ന കൗസല്യ പെട്ടെന്ന് ബോധം കെട്ട് താഴേക്ക് വീഴുകയാണ്. വീണ് കഴിഞ്ഞിട്ട് തെളിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞു, എന്നെയും എന്നാ പിന്നെ ഞാനും കൂടെ നിനക്കൊപ്പം വനത്തിലേക്ക് വരാം, നിന്നെ പിരിഞ്ഞ് എനിക്ക് ക്ഷണാർത്ഥം ജീവിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അത് പറയും, പിന്നെ അതുപോലെ ഭാരതത്തിന് നാട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, രാജ്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുത്തോട്ടെ, അതിന് നീ രാജ്യം വിട്ട് വനവാസത്തിന് പോകണമെന്നുണ്ടോ? ഇനി അതുമല്ല, അച്ഛനാണ് പറയുന്നത് നീ വനവാസത്തിന് പോകണമെന്നുണ്ടെങ്കിൽ മകനിൽ അമ്മയ്ക്കുമുണ്ട് അവകാശം. ഞാൻ പറയുകയാണ് നീ വനത്തിന് പോവേണ്ട, അതിന്റെ ആവശ്യമില്ല എന്ന് അച്ഛന്റെ വാക്യത്തെ ലംഘിച്ച് ഞാൻ പറയുന്നു, നീ വനവാസത്തിന് പോവേണ്ടതില്ല. ഇങ്ങനെയൊക്കെ കേട്ടപ്പം ഇതെങ്ങനെ ഇവരുടെ തമ്മിലുള്ള സംഭാഷണം കേൾക്കുമ്പോ സൗമിത്രി ഇതെല്ലാം കേട്ടുകൊണ്ട് ലക്ഷ്മണൻ അവിടെ നിൽക്കുകയാണ്. പറയുകയാണ്, അപ്പം ലക്ഷ്മണൻ കോപാഗ്നിയിൽ ജ്വലിക്കുകയാണ്. ഇതൊന്നും ലക്ഷ്മണൻ അറിഞ്ഞിരുന്നില്ല. അച്ഛന്റെ വാക്കുകളും കൈകേയിയമ്മയുടെ വാക്കുകളും ഈ വാക്കുകൾ കേട്ട് കൗസല്യാദേവിക്കുണ്ടായ ദുഃഖവും ഒക്കെ കൂടെ കണ്ട് ശ്രീരാമന്റെ മുഖാംബുജം വാടിയിരിക്കുന്നത് പോലെയും ഒക്കെ ലക്ഷ്മണന് തോന്നിക്കൊണ്ട് പെട്ടെന്ന് ക്രോധാകുലനായ ലക്ഷ്മണൻ പറയുകയാണ്, അച്ഛനെ പിടിച്ചു കെട്ടി കാരാഗ്രഹത്തിൽ ഇട്ടിട്ടായാലും അമ്മേ കൗസല്യാമ്മേ, അമ്മ വിഷമിക്കേണ്ട, എനിക്ക് അതിനുള്ള ശേഷിയുണ്ട്. ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ജ്യേഷ്ഠന്റെ
അഭിഷേകം തീർച്ചയായിട്ടും നടത്തും എന്ന് പറയുകയാണ്. ആ സമയത്ത് ലക്ഷ്മണ വിച്ഛിന്നാഭിഷേകം ഇത്രയും ഭാഗമാണ് വായിക്കാനുണ്ടായിരുന്നു. ഇവിടം വരെ ആയിരുന്നല്ലോ പാരായണം ചെയ്ത്. ഇവിടെ വരെയായിരുന്നു. അതെ അതെ. ലക്ഷ്മണ സ്വാന്തനം ഇല്ലല്ലോ. ഇല്ല ഇല്ല. ക്രോധാകുലനായി നിൽക്കുന്ന ലക്ഷ്മണനെയും നമുക്ക് ആ ചിത്രം നമ്മുടെ മനോമുകുരത്തിൽ കാണാം. ക്രോധാകുലനായി നിൽക്കുന്ന ലക്ഷ്മണനെ സമാധാനിപ്പിക്കാൻ ശാന്തനായി നിൽക്കുന്ന ശ്രീരാമനെയും ദുഃഖത്തിൽ മുഴുകി നിൽക്കുന്ന കൗസല്യാദേവിയെയും ഒക്കെ കണ്ടുകൊണ്ട് ഇന്നത്തെ ഭാഗം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ സന്തോഷം ചേട്ടത്തി, വളരെ ഭംഗിയായി വിശദമായി തന്നെ അതിന്റെ വ്യാഖ്യാനം അവതരിപ്പിച്ചു. നമുക്ക് ഇന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രശ്നോത്തരിയിലേക്ക് നമുക്ക് കടക്കാം. സമയം ഒന്ന് കുറച്ച് വൈകിട്ടുണ്ട്, 8:25 പലർക്കും ഇവിടുത്തെ സമയമായിട്ട് ശരിയായി പോവാത്തത് കൊണ്ട് എനിക്ക് സമയം അറിയത്തില്ല. മൊബൈലിലും സമയം കാണിക്കാത്തത് കൊണ്ട് പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. കൗസല്യാദേവി രാമാഭിഷേക വിവരം അറിഞ്ഞപ്പോ തന്നെ ആശങ്കപ്പെടാനുണ്ടായ കാരണം എന്താണ്? കൗസല്യ തുടക്കത്തിൽ തന്നെ കൗസല്യയുടെ ഒരാശങ്കയാണ് നമ്മൾ കാണുന്നത്. ദശരഥന് വളരെ ശരി ഉത്തരം. എന്തെങ്കിലും വിഘ്നം ഉണ്ടാക്കുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. കൈകേയിയെ ആണല്ലോ, പ്രിയപത്നിയാണ് ദശരഥന് ഏറ്റവും പ്രിയ. വളരെ ശരിയാണ്. രാമാഭിഷേകം മുടക്കാനായി വാനവർ ആരെയാണ് സമീപിക്കുന്നത്? സരസ്വതിയോട് പറഞ്ഞതയക്കുന്നത് എന്താണ്? ആരുടെ നാവിലൊക്കെയാ? കൈകേയിയുടെ പ്രധാന ദാസി ഈ കൈകേയി ഈ വിവരം രാമനെ യുവരാജാവായി അഭിഷേകം കഴിക്കുന്ന വിവരം മന്ധര കൈകേയിയോട് അറിയിച്ചപ്പോൾ കൈകേയി എന്താണ് നൽകിയത്? മോതിരം. ആദ്യം മോതിരം നമ്മുടെ അധ്യാത്മരാമായണത്തില് അല്ല, അത് 100 ദേശം കൊടുക്കാന്ന് പറഞ്ഞ് ഇത് കഴിഞ്ഞിട്ടാ പറയുന്നത്. ഐഡിയ പറഞ്ഞു കൊടുത്തതിന് ശേഷം പറയുന്നത്. മന്ധര കൊടുക്കുന്ന ഉപദേശം എന്താണ്? ഉപദേശം ആദ്യം ആ കൊടുത്ത വാക്ക് ഓർമ്മയുണ്ടോന്ന് ഓർമ്മിപ്പിച്ചതിന് ശേഷം ഈ കാര്യങ്ങളാണ് അവതരിപ്പിക്കേണ്ടത്. അത് പ്രകാരം രാമനെ 14 വർഷം കാട്ടിലേക്ക് അയക്കുകയും പിന്നെ ഭരതനെ രാജാവാക്കുകയും ചെയ്യാം. പിന്നെ അതുകൊണ്ട് രാജമാതാവായിട്ട് സുഖജീവിതം നയിക്കാം എന്നുള്ള രീതിയിൽ ഒരു ധാരണ മനസ്സിൽ കൊടുത്തത് കൊണ്ടാണ് അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നതെന്നാണ് വിലയിരുത്തൽ. വളരെ വിശദമായ ഉത്തരമായിരുന്നു. സന്തുഷ്ടയായ കൈകേയി അപ്പൊ മന്ധരയ്ക്ക് ഇതൊക്കെ സംഭവിക്കുവാണെങ്കിൽ എന്ത് കൊടുക്കാമെന്നാ പറഞ്ഞത്? 100 ദേശം കൊടുക്കുക. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. ഇതിന്റെ ആശയം എന്തുവായിരുന്നു? സ്വർണ്ണമുണ്ടായിട്ട് കാര്യമില്ല. അതല്ലേ സുഗന്ധ സൗവർണം എന്നല്ലേ സുഗന്ധമാർക്കും സുഖമേകിയല്ലേ. അതെ. രാത്രിയിലെ ആർക്കൊക്കെയാണ് ഇവിടെ നിദ്ര വരാതിരുന്നത്? ഒരു കൂട്ടർക്ക് സന്തോഷമായിരുന്നെങ്കിൽ ഒരാൾക്ക് സന്താപമായിരുന്നു. പ്രഭാതത്തിൽ കൈകേയിയുടെ കൊട്ടാരത്തിൽ എത്തുന്നത് ആരാണ്? സുമന്ത്രൻ. രാജാവിന് രാത്രിയിൽ നിദ്ര ഉണ്ടാവാത്തതിന് കാരണം എന്താണെന്നാണ് കൈകേയി സുമന്ത്രരോട് പറയുന്നത്? ശ്രീരാമൻ നീ തന്നെയാണ് നീ തന്നെയാണ് ദുഃഖവും.
കൈകേയി അതല്ല, സുമന്ത്രരോട് രാമനെ ആവശ്യപ്പെടുന്നത് കാണാൻ രാമനെ രാമനെ കാണാൻ കാണാഞ്ഞെന്നുള്ളതാണ്. ആഗ്രഹിക്കുന്നു. അതെ, രാമനെ രാമനാണ്. കൈകേയി സുമന്ത്രരോട് ആവശ്യപ്പെടുന്നത് എന്താണ്? രാമനെ രാമനെ പെട്ടെന്ന് വിളിച്ചിട്ട് രാമനെ വരണം. എത്രയും പെട്ടെന്ന് അതെ, വിളിച്ചു അതെ, വരണം. വളരെ ശരിയാണ്. പക്ഷെ അത് കേട്ടോണ്ട് സുമന്ത്രര് പോയോ? ഇല്ല, ഇല്ല ദശരഥൻ ഇല്ല പറഞ്ഞ പോയില്ല. പ്രകാരമായിരുന്നു. രാജതീരുമാനമില്ലാതെ സുഭദ്രന് യാത്ര ചെയ്യാൻ പറ്റില്ല, ആ, തീരുമാനം ആ, എടുക്കാൻ പറ്റില്ലേ. ആ, രാജവചന മനാകർണ്യ. അതെ. പുത്രൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ് കൈകേയി ഇവിടെ പറയുന്നത്? പൂവെന്ന് പറയുന്നത് ഒന്നാമ നരകവും, പുത്രൻ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്ന, അതിന്റെ കറക്റ്റ് വിവരണം അറിയില്ല. പൂ ഉന്നാമം എന്ന് പറയുന്ന എന്ന നരകത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന ആണ് പുത്രൻ. ത്ര എന്ന് പറയുന്ന പൂം എന്ന നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ പുത്രൻ. പുത്രന്മാർ എത്ര വിധമെന്നാണ് ശ്രീരാമൻ കൈകേയിയോട് പറയുന്നത്? നാല് വിധം, മൂന്ന് വിധം. വളരെ ശരി, 3 വിധം. വളരെ ശരി. അതെ, അറിയാമല്ലോ. ഉത്തമ പുത്രൻ, മധ്യമൻ, പ്രഥമപുത്രൻ, അധമൻ അല്ലെങ്കിൽ അഭിലാഷ, ഈ 4ാമത്തത് എങ്ങനെയാ? ഒന്ന് ഗൾഫിൽ പോണതാണോ? എങ്ങനെയാ അത്? പെട്ടെന്നൊക്കെ വിചാരിച്ചു പോയതാ അതാണ്. കൗസല്യയുടെ കൊട്ടാരത്തിൽ എന്തോ എന്തോ എന്തായിരുന്നു ചേച്ചി? കേട്ടില്ല, ചോദ്യം കേട്ടില്ല. കൗസല്യയുടെ കൊട്ടാരത്തില് എത്തുന്ന രാമൻ കൊട്ടാരത്തിലെത്തുമ്പോ കൗസല്യ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരായിരുന്നു കൗസല്യോട് രാമൻ വന്നു എന്ന് പറയുന്നത്? സുമിത്ര. കൗസല്യയുടെ ദുഃഖം കണ്ട് കോപാകുലനാകുന്നത് ആരാണ്? ലക്ഷ്മണൻ. അപ്പൊ എല്ലാത്തിനും ശരിയായ ഉത്തരം കിട്ടി. പിന്നെ ഒരു ഉത്തരം കൂടുതലും കിട്ടി. പിന്നെ പുത്രന്മാർ 4 വിധമെന്നുള്ള ഒരു പാഠം കൂടെ കിട്ടി. 4ാമത്തേന്റെ വിശദീകരണം കൂടെ കിട്ടിയാൽ മതി. വിശദീകരണം എന്ന് പറഞ്ഞാല് നല്ലതും ചീത്തയ്ക്കും കൂട്ടിക്കാതെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ലതായാലും ചീത്തയായാലും അഭിപ്രായ വ്യത്യാസമില്ല, ഗുണമില്ല ദോഷവും ഇല്ല. പക്ഷേ കർമ്മത്തിൽ ദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഗുണവും ദോഷവും ഇല്ലാത്തവരാവശ്യമില്ലല്ലോ. അതായിരിക്കും പറഞ്ഞത്. ശരിയായ കാര്യം ഇപ്പൊ അച്ഛനാണ് പറയുന്നതെങ്കിലും അച്ഛനെ പിടിച്ച് ജയിലിലിട്ടിട്ടാണെങ്കിലും പിടിച്ചു കെട്ടിയിട്ടാണെങ്കിലും നമുക്കിത് നടത്താമെന്ന്. 4ാമത്തെ പുത്രന്റെ ഭാവം അത് ആത്മാർത്ഥതയുള്ളവർ പറയുന്നത്. ആത്മാർത്ഥത, അതായത് ഒരാളോട് ആത്മാർത്ഥതയുള്ള, അതായത് അതിനൊക്കെ ഒരുപാട് എക്സ്പ്ലനേഷൻ വരേണ്ടി വരും. എനിക്കിപ്പോ പെട്ടെന്ന് ശിവന്റെ ഗണപതിയുടെ കൊമ്പ് പോകുന്നതാ ഓർമ്മ വന്ന. പരശുരാമൻ വന്ന് കൊമ്പ് കിട്ടത്തില്ലേ, അതാ. കിട്ടിയില്ലയോ ദക്ഷിണ വേണ്ടുവോളം വിശിഷ്ടനാ ശിഷ്യനിൽ നിന്ന് താനിൻ ദിവ്യായുധം വല്ലത് ഉണ്ടോമാക്കി എന്നാൽ അത് നൽകി അനുഗ്രഹിക്കുക. പാർവതി ദേവി ദേഷ്യപ്പെട്ട് ശിവനോട് പറയുന്ന രംഗമാ ഇത്. എത്രയോ മുമ്പ് ഓർമ്മ വന്നതാണ്. ഒരുപാട് എന്തോ അല്ല, ചിലതൊക്കെ ഒരുപാട് മറന്നുപോയി, ഒരുപാട് അറിയായിരുന്നു. പക്ഷെ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ വരികൾ കേട്ടാൽ അത് റിക്കവർ ചെയ്യാൻ പറ്റും സാഹചര്യത്തിനകത്ത്. അതാണ് ഈ സത്സംഗത്തിന്റെ ഗുണം അല്ലേ? തീർച്ചയായിട്ടും. അതെ അതെ. പഴയതുപോലെ അത്ര അഗ്രസീവായിട്ട് വരാനുള്ള സാഹചര്യം ഇല്ലാന്നുള്ള ദുഃഖം മാത്രമേ ഉള്ളൂ. അല്ല, എന്നാലും ആവുന്നുണ്ട്, കുഴപ്പമില്ല, വരുന്നുണ്ടല്ലോ. 6ാമത്തെ ദിവസം ആയതേ ഉള്ളൂ, 2 ശ്ലോകം ചൊല്ലി. അതെ. ഇനി അങ്ങനെ എത്ര കിടക്കുന്നു ബാക്കി? നാളെ പോലെ ഞങ്ങൾക്ക് വേണ്ടി ഉത്തരം പറയാൻ അഭിലാഷയെ ചുമതലപ്പെടുത്തുക. അതെ അതെ. അല്ല ഈ ഗ്രൂപ്പില് ഇപ്പൊ ഒരുപാട് പേര് വന്നില്ലെങ്കിലും നമുക്ക് കുറെ പേരില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അതായത് സരസ്വതി ഓപ്പേള്, സുരേഷ് ഏട്ടൻ, വാമന നമ്പൂതിരി, ജയേഷൻ നമ്പൂതിരി, പിന്നെ ജ്യോതിസ്വാമി, പിന്നെ ശോഭ ചേച്ചി ഇപ്പം ജോയിൻ ചെയ്ത്, ശ്രീകാന്ത് സാറ്, പിന്നെ മാധവ് സാർ, ഇവരൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. എന്ന് വെച്ചാൽ ഇവരൊക്കെ നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ഒരു ഉത്തേജനമാണ്. ഗ്രൂപ്പ് അല്ലല്ലോ, നമ്മളിതൊരു കുടുംബമല്ലേ. അതാ തിളക്കമുള്ള ഒരു വിളക്കുകളാണ് ഈ കൂട്ടത്തിലുള്ള. ഇതിനകത്ത് പിന്നെ ഒരു ചാൻസിറാടി ഉഷവപ്പോളാണ്. പക്ഷെ കുറെ നാളായിട്ട് ലാഗായിരിക്കുക. ജയശങ്കര
അഭിലാഷ് ഫുൾ ഫോമിലാണ് കേട്ടോ. ജയശങ്കര. അതെ അതെ അതെ. ഇത് എന്തായാലും വളരെ സന്തോഷം. എന്തായാലും രാമായണക്കാറ്റ് ഓക്കെ വീശി അടിക്കുകയാണ്. ഇന്ന് 6-ാം ദിവസത്തിലെത്തിയിരിക്കുന്നു. നാളെ 7-ാം ദിവസം പാരായണം ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലാ ചാപ്റ്ററാണ്. എല്ലാവരും 6:50 തന്നെ നമ്മുടെ ഇവിടെ എത്തിച്ചേരുക. എല്ലാവർക്കും ഈശ്വരന്റെ കാരുണ്യ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങാം. ജയശങ്കര. സുഖനോ പോകുന്നു. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. ജയശങ്കര. 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 ജയശങ്കര.